സ്വർണം കട്ടവൻ ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ? കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ? ഇന്ത്യ മുന്നണി ഒറ്റക്ക്. നമസ്തേ. സ്വർണം കട്ടവൻ ആരപ്പ എന്നുള്ള സംശയങ്ങൾക്ക് പുതിയ പുതിയ ഉത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. പെരുങ്കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടായി നിന്നത് CPM-ന്റെ വമ്പൻ സ്രാവുകൾ എന്നായിരുന്നു ആദ്യം വെളിപ്പെട്ടത്. ജയിലിൽ കഴിയുന്നവരിൽ CPM മുൻ MLA ആയ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, CPM-ന്റെ സ്വന്തം, പ്രത്യേകിച്ചും പിണറായിയുടെ കരളായിരുന്ന ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റ് എന്നീ പദവികളിൽ വിരാജിച്ച N. വാസു, ഇടത് യൂണിയൻ നേതാവും ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു, CPM നോമിനിയായിരുന്ന മുന്നംഗം N. വിജയകുമാർ തുടങ്ങിയവരൊക്കെയാണ് ജയിലിൽ കഴിയുന്ന സഖാക്കൾ. ഇപ്പോൾ ഇതാ കോൺഗ്രസ് നേതാക്കളും ഇതിൽ കട്ടപ്പയായി കൂടെ വരുന്നുണ്ട്. UDF കൺവീനറും ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി എന്നിവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാവ് സോണിയയെ പലവട്ടം ഡൽഹിയിൽ കാണുന്നതിൻ്റെ ചിത്രങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. സ്വർണ്ണക്കവർച്ചയിൽ ഇന്ത്യ സഖ്യമോ എന്നുള്ള സംശയം ഇതോടെ ദൂരീകരിക്കപ്പെടുന്നു. CBI വരാതെ ഈ കള്ളന്മാരുടെ ഇന്ത്യ സഖ്യത്തെ കുടിയൊഴിപ്പിക്കാനാകുമോ? ഈ വിഷയമാണ് ഇന്ന് ജനൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം മുതിർന്ന അഭിഭാഷകനും നിയമവിദഗ്ധനുമായ അഡ്വക്കേറ്റ് K. രാംകുമാർ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP-യിൽ നിന്ന് VS ജിതിൻ ദേവ്, ഇടത് നിരീക്ഷകനായ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചേരുന്നു. എന്തായാലും ഈ വിഷയം CPM-ന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് കോൺഗ്രസ്സുകാർ ആഘോഷിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നാകെ അവർ പിണറായി വിജയനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ഇത് മുഴുവൻ CPM-ന്റെ മാത്രം കുറ്റമാണ് എന്നുള്ള പ്രചാരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കളും ഇതിൽ പെടുകയാണ്. പ്രത്യേകിച്ചും UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി അടക്കമുള്ളവർ സോണിയയെ ഡൽഹി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ കോൺഗ്രസ്സുകാർക്ക് ഇനി എന്താണ് മറുപടി? അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇനി നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്ത് പറയാനാകും? നിങ്ങൾ പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? CPM-നെ നിങ്ങൾ കാടടച്ച് വെടിവെച്ചു. അവർ കുറ്റക്കാരാണ്, ശരിയാണ്. അവരുടെ മുൻ MLA ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ അടക്കം ജയിലിൽ കിടക്കുകയാണ്, അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കൈകൾ ശുദ്ധമല്ല എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അഡ്വക്കേറ്റ് സേനാപതി വേണു. നോക്കൂ, കഴിഞ്ഞ ഏതാണ്ട് 60 ദിവസത്തിനടുത്ത് CPM-ന്റെ പ്രമുഖരായ നേതാക്കള്, അങ്ങിവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ വാസു, പത്മകുമാർ, ഇപ്പോൾ പുതിയതായിട്ട് വിജയകുമാർ, ഇവരെല്ലാം ജയിലിൽ കഴിയുകയാണ്. SIT ഇവരെല്ലാം മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ SIT-യുടെ അന്വേഷണത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടോ അല്ലെങ്കിൽ ഏതാണ്ടൊരു പൂർണ്ണമായ വിവരങ്ങളോ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് സോണിയാഗാന്ധിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം, അതല്ലെങ്കിൽ ഗോവർദ്ധൻ നിൽക്കുന്ന ഒരു ചിത്രം, ആ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരോപണം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 98-ലാണ് സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുന്നതായിട്ട് കണക്കുകൾ വരുന്നത്. അങ്ങനെയാണല്ലോ അതിൻ്റെ റെക്കോർഡുകൾ. 98, 99 വർഷം, 1998. 2019-ലാണ് ഈ സ്വർണ്ണപ്പാളി മോഷണം പോയതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത വരുന്നത്. എൻ്റെ ചോദ്യം, ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ ആന്റോ ആന്റണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അടൂർ പ്രകാശിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി അതല്ല എൻ്റെ ചോദ്യം, സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രവുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെന്നാൽ നിങ്ങൾ എന്നാ വാതിൽപ്പാളി പൊളിച്ചുകൊണ്ട് പോക്കോ, അതിനുള്ള ലൈസൻസ് ആണ് എന്ന് അല്ലല്ലോ ഒരു ചിത്രവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാരും ഇതിന്റെ ഭാരവാഹികളുമായിരുന്ന ആളുകൾ, ഇവരുടെ കാലഘട്ടത്തിലാണ് ഈ സാധനങ്ങൾ അവിടുന്ന് പോയിട്ടുള്ളതും നഷ്ടപ്പെട്ടിട്ടുള്ളതും ഇത് എല്ലാ കൃത്യങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ SIT-യുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്തുകൊണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുതൽ ഇപ്പോൾ 10 പേര്, വിജയകുമാർ വരെ 11ാമത്തെ ആളിലേക്ക് അന്വേഷണം എത്തി, ഇവരൊക്കെ ജയിലിൽ കഴിയുന്നു? ഇവിടെ പ്രസക്തമായൊരു ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ അന്വേഷണം
ഏറ്റവും അടുത്ത ഉന്നതൻ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുന്നത് ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി നിൽക്കുന്നു എന്ന കാരണത്താലല്ല. കടകംപള്ളി സുരേന്ദ്രൻ 2019 കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രിയുടെ കീഴിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രത്തിൽ നിന്നാണ് അമൂല്യമായിട്ടുള്ള ആ സ്വർണ്ണ ശേഖരത്തിന്റെ കൊള്ള നടന്നിരിക്കുന്നത്. സേനാപതി വേണു അങ്ങ് പറയുന്നത് എല്ലാം സമ്മതിക്കുന്നു. ഇത് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന്റെ കോഴിക്കോടുള്ള നേതാവാണ്. അദ്ദേഹം KPCCയുടെ ഭാരവാഹിയാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുള്ളത്. ചിത്രം പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച ആ ചിത്രം നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ കേരളമൊട്ടാകെ, കേരളമെന്നല്ല ഈ സമൂഹ മാധ്യമങ്ങൾ എവിടെയൊക്കെ കിട്ടുമോ അവിടെ എല്ലാം പ്രചരിപ്പിച്ചു. അത് കുറ്റകരം തന്നെയാണ്. അതേപോലെ തന്നെ കുറ്റമല്ലേ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ, പ്രത്യേകിച്ചും വിദേശ വനിതയായിട്ടുള്ള സോണിയയുടെ അടുത്ത് നിരവധി തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോകുന്ന പത്തനംതിട്ട MP ആണെന്ന്, മറ്റേത് അടൂർ പ്രകാശ് പറയുന്നു എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നു. അവിടെ കൊണ്ടുപോയി കയ്യിൽ ചരട് കെട്ടിക്കുന്നു, ഏലസ് കെട്ടിക്കുന്നു. എന്തിനാണ്? സോണിയയുടെ അസുഖം മാറ്റാൻ വേണ്ടി ശബരിമലയിലെ ഏലസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലവട്ടം കൊണ്ടുപോകുന്നു. ഇത് കുറ്റമല്ല. പിണറായി വിജയൻ്റെ അടുത്ത് നിന്നാൽ മാത്രം കുറ്റം, സോണിയയുടെ അടുത്ത് നിന്നാൽ ഒരു പ്രശ്നവുമില്ല. എങ്ങനെ ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു? ഇവിടെ വിനോദ ഒരു ന്യായീകരണവും ഞങ്ങൾ നടത്തിയില്ലല്ലോ. ഞങ്ങൾ ഒരു ന്യായീകരണവും നടത്തിയിട്ടില്ലല്ലോ. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒപ്പം അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതാക്കളെയും നേതൃത്വത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കോൺഗ്രസ് നേതാക്കളോടൊപ്പം അല്ല പോറ്റി നിന്നിരിക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതിയുമായിട്ടുള്ള C. സുബ്രഹ്മണ്യം, അത് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തതല്ല. അത് നവമാധ്യമങ്ങളിൽ നിന്നുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടു എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഞാൻ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അത് ഈ SITയുടെ അന്വേഷണവും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ എന്താ പറഞ്ഞ ശബരിമല ഇതിന്റെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത വിജിലൻസ് ആൻഡ് അതിന് കൊടുത്ത റിപ്പോർട്ടും അതിനു ശേഷമൊക്കെ ആണല്ലോ നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഈ കള്ളനും കൊള്ളക്കാരനുമാണ് എന്നറിഞ്ഞത്. അദ്ദേഹം ക്ഷേത്രത്തിലെ തന്ത്രിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. സാധാരണഗതിയിൽ വിശ്വാസമുള്ള ആളുകൾക്ക്, ക്ഷേത്രവുമായി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചരട് കെട്ടി കൊടുക്കുന്നു. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവും. എന്റെ ചോദ്യം അതല്ല. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യവും അങ്ങനെ ചരട് കെട്ടി കൊടുത്തു എന്ന കാരണത്താൽ, ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഫോട്ടോ എടുത്തു എന്ന കാരണത്താൽ, അല്ലെങ്കിൽ പലവട്ടം സന്ദർശിച്ചു എന്ന കാരണത്താൽ ക്ഷേത്രത്തിലെ മുതലുകൾ കൊള്ളയടിക്കാനോ എടുത്തുകൊണ്ട് പോകാനോ ആ ഫോട്ടോയോ സന്ദർശനമോ കയ്യിൽ ചരട് കെട്ടിയതോ അതിന് കാരണമായിട്ടുണ്ടോ, നിമിത്തമായിട്ടുണ്ടോ? അതാണല്ലോ ഇവിടുത്തെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചരട് കെട്ടി കൊടുത്തിട്ടുണ്ടാകും, പലവട്ടം സന്ദർശനം നടത്തിയിട്ടുണ്ടാകും. ഇപ്പം എന്താ പറയുക, മനസ്സിൽ കളങ്കമുള്ള ആളുകൾക്ക് ഇങ്ങനെ സമൂഹത്തിലെ ഉന്നതരായ ആളുകളുമൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. എന്റെ ചോദ്യം അതല്ല. അത് ഏതെങ്കിലും രീതിയിൽ 2019 ഈ സ്വർണ്ണപ്പാളികൾ പൊളിച്ചുകൊണ്ടു പോകുന്നതിനോ, ദ്വാരപാലക വാതിൽ കൊണ്ടുപോകുന്നതിനോ, കട്ടിളപ്പഴി കൊണ്ടുപോകുന്നതിനോ, ഈ ഫോട്ടോ എടുത്തതോ ഇല്ലേ ചരട് കെട്ടിയതോ അല്ലെ അങ്ങ് പറഞ്ഞതുപോലെ ഏലസ് കെട്ടിയതോ എനിക്കറിയില്ല. അങ്ങാണ് ഇപ്പൊ അത് പറഞ്ഞത്. ഇനി അതുകൊണ്ട് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു അനുമതിയായി ആ ഫോട്ടോയോ അല്ലെങ്കിൽ ആ സന്ദർശനമോ അതിന് കാരണമായിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ആരാ സ്വർണം കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ ഇത് കടത്താനുള്ള കാരണക്കാരായിട്ടുള്ളത്? അത് CPMന്റെ നേതാക്കൾ. കാരണം എന്താ? ഈ സ്വർണം നമുക്കറിയാം ഇന്ത്യയിലല്ല വിറ്റത്, വിദേശത്ത് അടക്കം വിഗ്രഹ കടത്തുകാരുമായി വരെ ബന്ധമുള്ള വിദേശത്തേക്ക് വരെ ഈ സ്വർണം കടത്തി എന്നുള്ള അന്വേഷണമാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ചും സോണിയ ഒരു വിദേശത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വിദേശത്തേക്ക് കടത്തിയ സ്വർണവും സോണിയയുമായി എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ സാധാരണ അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. BJPയിലെ ശ്രീ ജിതിൻ ദേവ് ചേർന്നു. ജിതിൻ ദേവ്, ഇവിടെ ഈ ചിത്രങ്ങൾ വെച്ച് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവർ പരസ്പരം നടത്തിയിട്ടുള്ളത്. കൊല്ലത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ അഡ്വക്കേറ്റ് പ്രേമചന്ദ്രൻ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടാൽ അത് വിവാദമാണ്. എന്തിനു പറയുന്നു? മുൻ മന്ത്രി ഷിബു ബേബി ജോൺ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിയെ കാണുമ്പോൾ അത് വലിയ വിവാദമാണ്. പക്ഷേ കൊടും കുറ്റവാളി
അവിടുത്തെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയ ഒരാൾ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവിനെ പലവട്ടം ഡൽഹിയിൽ പോയി കണ്ടിട്ട് എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, മുതിർന്ന നേതാവായിട്ടുള്ള കെ കരുണാകരനെ പോലെയുള്ള ആളുകൾ എത്രയോ തവണയാണ് ഡൽഹിയിൽ പോയി ആ സോണിയെ ഒന്ന് കാണാൻ വേണ്ടി സമയം നിശ്ചയിച്ചിട്ട് മടങ്ങി വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ജൻപഥയിലേക്കാണ് ഈ അടൂർ പ്രകാശിനൊപ്പം ആന്റണിക്കൊപ്പം ഈ കള്ളൻ പലവട്ടം സോണിയെ കണ്ടിട്ടുള്ളത്. എന്താണ് കുഴപ്പം? സോണിയെ കണ്ടാൽ സ്വർണം കടത്താൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് മറുപടി? ജിതിൻ ദേവ്. അല്ല, ശ്രീ സേനാപതി വേണു ഇവിടെ പറഞ്ഞതിനകത്ത് യാതൊരു ന്യായീകരണവുമില്ലാത്ത വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിന് ഇത്രയും തവണ, ഒന്നിലധികം തവണ നിങ്ങൾ സോണിയാഗാന്ധിയുടെ അടുത്ത് നിങ്ങളുടെ നേതാക്കന്മാർ അടൂർ പ്രകാശും ആന്റണിയും എന്തിനു കൊണ്ടുപോയി ഈ കള്ളനെ, ഈ സ്വർണ്ണക്കള്ളനെ, ശബരിമല കട്ടുമുടിച്ച മഹാപരാധം ചെയ്ത ഒരു തട്ടിപ്പ് പോറ്റി നിങ്ങൾ എന്തിനു കൊണ്ടുപോയി എന്നുള്ളതിന്റെ ന്യായം നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരെ. പക്ഷെ അത് പറയാൻ ശ്രീ അടൂർ പ്രകാശോ ആന്റണിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താക്കളോ തയ്യാറാവുന്നില്ല. അഴകുഴമ്പൻ ന്യായം പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സംശയം ജനങ്ങൾക്കുണ്ടായാൽ, വിശ്വാസികൾക്കുണ്ടായാൽ അതിനെ നിഷേധിക്കാൻ സാധിക്കുമോ? അങ്ങ് തന്നെ ഇവിടെ ചോദിക്കുന്നത് കേട്ടു, പറയുന്നത് കേട്ടു, എന്താണ് തന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ആൾ ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുമായി ചേർത്ത് നിർത്തിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ക്ഷേത്രത്തിന്റെ കീഴ്ശാന്തിയോ മേൽശാന്തിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച ഏതെങ്കിലും ഒരു പൂജാരിയാണോ? അല്ല. ഇത്തരത്തിലുള്ള അവതാരങ്ങൾ നിങ്ങളുടെ കാലത്തും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കാലത്തും ശബരിമലയിൽ കടന്നുകൂടിയിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ അവതാരങ്ങളെ കാണാൻ സാധിക്കും. പല വേഷത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല തരത്തിൽ നിങ്ങൾക്ക് ഈ അവതാരങ്ങളെ കാണാൻ സാധിക്കും. ഈ അവതാരങ്ങളെ അവിടെ കൊണ്ടുപോയതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. ഇന്ന് ശബരിമലയിൽ സംഭവിച്ചിട്ടുള്ള ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. LDF UDF സംയുക്ത കൊള്ള സംഘമാണ് ശബരിമല കട്ടുമുടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കൊള്ളയിലും ഇന്ത്യ സഖ്യമുണ്ട്. അതെ, അത് തന്നെയാണല്ലോ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സംയുക്ത കൊള്ള സംഘമാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിരിക്കുന്നതെന്ന് പുറത്തേക്ക് വരുന്നല്ലോ. നോക്കൂ, അടൂർ പ്രകാശും ആന്റണിക്കും ഒപ്പം പോറ്റി കണ്ടു. പോറ്റി കാണുമ്പോൾ വിനോദ്, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം ബെല്ലാരിയിലെ MP ആയിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. 1999-2001 കാലഘട്ടത്തിൽ ശ്രീമതി സോണിയാഗാന്ധി ബെല്ലാരിയിൽ നിന്നുള്ള MP ആണ്. ഈ ശബരിമലയിൽ നടത്തിയ തീവെട്ടിക്കൊള്ളയ്ക്കകത്ത് പ്രധാന പങ്കാളികളായി നിൽക്കുന്നവർ പലരും ബെല്ലാരിക്കാരാണ്. ഗോവർദ്ധന്റെ റിഥം ജ്വല്ലറി ബെല്ലാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ ബെല്ലാരിയിലെ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്താ പറയുക, അതിന്റെ ആന്റിക് വാല്യൂ കണ്ണുവെച്ചുകൊണ്ടുള്ള തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ 100-500 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ട് പോയി മറച്ചു വിറ്റ് അല്ലെങ്കിൽ ഉരുക്കി വിറ്റ കഥയല്ലത്. ഇതിന്റെ പുറകിൽ കോടിക്കണക്കിന് രൂപയുടെ ദൈവിക മൂല്യം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറകിൽ കോടിക്കണക്കിന് രൂപയുടെ ആന്റിക് വാല്യൂവിന്റെ കച്ചവടം നടന്നിട്ടുണ്ട്. എനിക്കറിയില്ല, പക്ഷേ ചില ആരോപണങ്ങൾ സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് മുമ്പിലൊക്കെ വന്നിട്ടുണ്ട്. സുപ്രീം കോടതി വരെ ചില ആരോപണം വന്നിട്ടുണ്ട്. ശ്രീമതി സോണിയാഗാന്ധിയുടെ സഹോദരങ്ങൾക്ക് ആന്റിക് ബിസിനസ് ഇറ്റലിയിൽ ഉണ്ടായിരുന്നെന്നും ഏതോ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ചർച്ചകളും ഒക്കെ സുപ്രീം കോടതിയിൽ ആ കേസ് വന്നിട്ടുണ്ട് പണ്ടെപ്പോഴൊക്കെ. അപ്പം എനിക്കറിയില്ല ഇതിനകത്ത് സോണിയാഗാന്ധിക്ക് എന്താ ബന്ധം, അത് പറയേണ്ടത് ബാധ്യത കോൺഗ്രസിനുണ്ട്. അപ്പോ ഈ ശബരിമല കട്ടുമുടിച്ചതിന് പുറകിൽ നിങ്ങൾക്ക് CPM-നെയും CPI-യും LDF-നെയും മാത്രം പഴിചേരി പോകാൻ സാധിക്കില്ല. അതിനകത്ത് രാഷ്ട്രീയപരമായ ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ മറച്ചു വെക്കാനാണ് അങ്ങ് മുമ്പേ എന്താ പറയുക, വളരെയേറെ ആവേശത്തോടെ നിങ്ങളുടെ കോഴിക്കോട്ടെ നേതാവിനെ പറ്റി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിക്കൊപ്പോൾ AI ചിത്രം പ്രചരിപ്പിച്ച് ഈ പറഞ്ഞ എന്താണ് തട്ടിപ്പിനെ വേണ്ട തരത്തിൽ ഇതിനെ അങ്ങ് വെള്ളപൂശി വിടാനായിട്ടാണ് നിങ്ങൾ നോക്കിയത്. ഇപ്പൊ കേസ് മാറി വരുന്നത് കണ്ടില്ലേ? AI ചിത്രം പ്രചരിപ്പിക്കുകയാണെന്ന് വരെ പറഞ്ഞ് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ? അപ്പോൾ ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ചിത്രമാണെന്നുള്ള പരിശോധിക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കിട്ടുന്നതൊക്കെ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു കേസിന് പോയിട്ട് തെളിവ് കൊടുക്കാൻ സാധിക്കാത്ത തെക്കോടൊക്കെ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ വാദങ്ങളും വിവാദങ്ങളും ഉയർത്തി ഈ ശബരിമല വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടു, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മറ്റൊരു വക്താവും മറ്റൊരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു, സോണിയാഗാന്ധിക്ക് എന്തോ അസുഖമുണ്ടായിരുന്നു, ആ അസുഖത്തിന് പരിഹാരം ദാൻ പാതി ദൈവം പാതി, അതിനു വേണ്ടിയിട്ട് എന്താണ് ഏലസോ മന്ത്ര തകടോ ഏതാണ്ട് കെട്ടിക്കൊടുക്കാനാണ് ഈ പോറ്റിയെ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞതുപോലെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാണ്, താൻ പാതി ദൈവം പാതി എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ വിളിക്കുന്ന ദൈവത്തെയാണ്, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിമാരെ ഞങ്ങൾ വിളിക്കാറില്ല.
അതുകൊണ്ട് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിക്ക് ഡ്യൂപ്ലിക്കേറ്റ് പോറ്റി മതിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെയൊക്കെ അദ്ദേഹത്തെയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോയത്. അതുകൊണ്ട് ഇതിനകത്ത് കൃത്യത വരുത്താൻ, ഇതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ നിങ്ങളുടെ നേതാക്കന്മാർ തയ്യാറാകണം. ശ്രീ സേനാപതി വേണു, അത് പറയാത്തടത്തോളം കാലം നിങ്ങൾക്കും ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ള സൂചനയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ തട്ടിപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ പ്ലാനാണ്. നോക്കൂ, ജോൺ ബ്രിട്ടാസിനെതിരെ ആരോപണം പറയുന്ന അടൂർ പ്രകാശ് പറയൂ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ചു പറയുന്നേ, ജനങ്ങൾ അറിയട്ടെന്ന്, ആരൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് പരസ്പരം ഒന്ന് പുറത്തേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, വിശ്വാസികളെ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ ഇതിനെല്ലാം ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്കാണ് വിശ്വാസ സമൂഹത്തിന് മുമ്പിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയ്യന്റെ മുതൽ കട്ടുമുടിച്ചതിന് ഒരു ന്യായീകരണവുമില്ല. നേരത്തെ ഇവിടെ കാണിച്ച KS പാടിയ പാട്ട് മുതലേ അയ്യന്റെ മുതൽ കട്ടത് സഖാക്കന്മാരാണെങ്കിൽ അതിലെ സ്വർണം വിറ്റ് കാശാക്കിയത് നിങ്ങളാണ്. അത് മൊത്തത്തിൽ കട്ടുകൊണ്ടുപോയത് ഇന്ത്യ സഖ്യമാണ്. തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ളയിൽ UDF കൈകഴുകാനാവില്ല, പ്രത്യേകിച്ചും കോൺഗ്രസിന് കൈകഴുകാനാവില്ല. ആ തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ SIT അന്വേഷണം കൊണ്ട് മാത്രം ഇത് മതിയാകുമോ? CBI അന്വേഷണം അനിവാര്യമല്ലേ? ഈ പ്രേക്ഷകരുടെ അടക്കം അറിവിലേക്ക് ഒന്നുകൂടി പറയുകയാണ്, എത്രമാത്രം സ്വർണം പോയി എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ മറന്നുപോകും. അതായത് അവിടെ കട്ടിടപ്പാളിയിലേത് അടക്കം, പ്രത്യേകിച്ചും ശ്രീകോവിലിൻ്റെ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽപ്പടിയിൽ നിന്ന് ദശാവതാരം രാശി ചിഹ്നമടക്കം 314.97 പവൻ സ്വർണമാണ് പൊതിഞ്ഞിരുന്നത്. ദ്വാരശില്പങ്ങളിൽ നിന്ന് 195.52 പവൻ സ്വർണം പൊതിഞ്ഞിരുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളിൽ, അതായത് 8 തൂണുകളുണ്ട്, അതിൽ പതിച്ചിരുന്നത് 537.83 പവൻ. മേൽക്കൂരയടക്കം എല്ലാം ചേർത്താൽ 30.291 കിലോഗ്രാം സ്വർണമാണ് സന്നിധാനത്തുണ്ടായിരുന്നത്. ഇതെല്ലാവരും കൂടി ചേർന്ന് കട്ടിളയും ദ്വാരപാലകനും എല്ലാം വലിച്ചിളക്കി മുഴുവൻ ചെമ്പാക്കി മാറ്റി അയ്യപ്പ വിഗ്രഹം പോലും കൊണ്ടുപോയോ എന്നുള്ള സംശയമാണ്. എന്തായാലും ഇവിടെ ഇത് വിദേശത്തേക്ക് ഈ സ്വർണം കടത്തിയെന്നുള്ള സംശയം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് വിദേശത്താണ് ഈ സ്വർണം പോയിട്ടുള്ളതെങ്കിൽ ആ അന്വേഷണം അനിവാര്യമാകുമോ, അല്ലേ ആ അന്വേഷണം കൊണ്ട് നടക്കുമോ? CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് സാധാരണ വിശ്വാസികളും പറയുന്നത്. എന്താണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ CBI വരുന്നതിൽ വല്ല ഭയാശങ്കയുണ്ടോ? അഡ്വക്കേറ്റ് സേനാപതി വേണു. ഞങ്ങൾക്ക് CBI വരുന്നതിൽ ഒരു ഭയാശങ്കയില്ല. CBI വരട്ടെ. ഇപ്പൊ ഇവിടെ ജിതിൻ ദേവ് ഉയർത്തിയ ആരോപണം ആണ് എങ്കിൽ CBI അന്വേഷിക്കട്ടെ. ഇനിയിപ്പോ സോണിയാഗാന്ധിയുടെ സഹോദരന്മാർക്ക് പുരാവസ്തു സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതും CBI അന്വേഷിക്കട്ടെ. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. ഗണപതി ഞാൻ പറഞ്ഞല്ലോ, അല്ല ഈ വാർത്തകളെല്ലാം നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. പണ്ട് ഒട്ടോവിയോ കൊട്രോച്ചിയുടെ പേരായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ബോഫോഴ്സ് ആയുധം ഇടപാടിൽ അദ്ദേഹമാണ് കമ്മീഷൻ മേടിച്ചത് എന്നൊക്കെ പറഞ്ഞ് CBI കേസ് ചാർജ് ചെയ്തു, അന്വേഷണം നടത്തി. ഏതായാലും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവസാനം ആ കേസിൽ പോലും എന്താ പറഞ്ഞ ആവിയായി പോകുന്നതാണ് കണ്ടത്. ഇപ്പൊ ഇവിടെ ജിതിന്റെ പരാതി കേട്ട് കഴിഞ്ഞാൽ ഈ കയ്യേൽ ചരട് കെട്ടുന്നതൊക്കെ, K സുരേന്ദ്രന്റെ കയ്യെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ചരടുണ്ട്. ഇപ്പൊ ജിതിന്റെ കയ്യിൽ നോക്കിക്കോ ചരട് കെട്ടുന്നത്. അപ്പൊ ചരട് കെട്ടുന്നത് ആണ് അപരാധമെങ്കിൽ ചരട് കെട്ടുന്നതല്ല, അത് ആര് കെട്ടുന്നു എന്നുള്ളതാണ്. ചരട് കെട്ടുന്നതല്ല, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് ആര് കെട്ടുന്നു എന്നുള്ളതാണ്. അല്ല, ശബരിമല തന്ത്രിയുടെ ശിഷ്യനായിട്ട് നടക്കുന്നയാള്, അവിടെ പൂജയൊക്കെ സഹായിക്കുന്നയാള്, അവിടെ നമ്മൾ ചെല്ലുമ്പോ കാണുന്നത് ഇതല്ലേ? അല്ലാതെ ആരുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ ഇവൻ വ്യാജൻ, ഇവൻ ഒറിജിനൽ എന്ന്. അവിടെ ചെല്ലുമ്പോ കാണുന്നത് ഇവരെയൊക്കെയാണ്, ഈ അവതാരങ്ങളെയാണ് കാണുന്നത്. അവതാരങ്ങളെ ഞങ്ങളല്ല കയറ്റിയത്. അത് ജിതിൻ പറഞ്ഞ ആരോപണമാണ്, അവതാരങ്ങളെ ഞങ്ങൾ കയറ്റിയെന്ന്. പിന്നെ എന്താ പറഞ്ഞേ, ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഈ നിങ്ങളെല്ലാവരും വിനോദെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കരുണാകരന് പോലും കാണാൻ അവസരം, കരുണാകരൻ എന്നാ കാണാൻ അവസരം വരെ കിട്ടാതെ വന്നെന്നറിയോ? കോടോത്ത് ഗോവിന്ദൻ നായരെ സ്ഥാനാർത്ഥിയായി DIC എന്ന പാർട്ടി പ്രഖ്യാപിച്ചിട്ട് സോണിയാഗാന്ധിയെ കാണാൻ നിന്നപ്പോൾ പറഞ്ഞു, സോണിയാഗാന്ധി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. BJPയിലേക്ക് പോകാനായിട്ട് വാതിൽ തുറന്നിട്ട് അസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വാസ് എന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി കാണണ്ട എന്ന് പറഞ്ഞു. ആന്ധ്രയിൽ വിഭജനം നടത്താനായിട്ട് കോൺഗ്രസ് എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനം, ആ തീരുമാനത്തിനെതിരെ ഒരു നിലപാടുമായിട്ട് ചെല്ലു നിന്നപ്പോൾ പറഞ്ഞു സോണിയാഗാന്ധി കാണണ്ട എന്ന് പറഞ്ഞു. അല്ലാതെ സോണിയാഗാന്ധിയെ K കരുണാകരൻ അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ പ്രതാപകാലത്ത് പോയപ്പോൾ കണ്ടിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എന്താ പറയുന്നത്? നിങ്ങളിങ്ങനെ ഇപ്പം സോണിയാഗാന്ധി പലവട്ടം ഡൽഹിയിൽ പോകുന്ന ആളാണല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു. എത്ര തവണ സേനാപതി വേണുവിന് സോണിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്?
ഞാൻ സോണിയാഗാന്ധി ഇരുന്ന വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞ് സോണിയാഗാന്ധി എഴുന്നേറ്റ് വന്ന് എനിക്ക് കൈ തന്നിട്ടുണ്ട്, ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ടുണ്ട്. സോണിയാഗാന്ധിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ പോകാനും പ്രസംഗിക്കാനും അവസരം കിട്ടിയ ആളാണ്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും കാണാനും പോകാനും അവസരം. നിങ്ങൾ പലവട്ടം ഇവിടെ ആവർത്തിക്കുന്നുണ്ടല്ലോ, പലവട്ടം പോറ്റി. നിങ്ങൾ പറയാം എത്ര വട്ടം? പലവട്ടം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കളറിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പല രീതിയിൽ പല ആംഗിളിൽ സോണിയ കാണുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഒരു തവണയല്ല. അല്ല, ഞാൻ പറയട്ടെ, ഒന്നല്ലേ രണ്ടല്ലേ മൂന്ന്, ഈ പലവട്ടം നിങ്ങൾ പറയുമ്പോ 30 പ്രാവശ്യം പോയി 50 പ്രാവശ്യം പോയെന്നല്ലോ. അത് തന്നെയല്ല, സോണിയാഗാന്ധിക്ക് ആ കാലഘട്ടത്തിൽ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളതാണ്. അവരെ സന്ദർശകരുടെ മുഴുവൻ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ വിവരാവകാശം വെച്ച് ഇപ്പോഴും അപേക്ഷ കൊടുത്തു, ആരൊക്കെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള എല്ലാ വിവരങ്ങളും കിട്ടൂല്ലോ. പിന്നെ എന്തിനാണ് ഈ പലവട്ടം സന്ദർശനം നടത്തി എന്നീ അന്തരീക്ഷത്തിൽ നമ്മൾ ഈ എന്താ പറഞ്ഞ ഈ ആരോപണങ്ങളുമായിട്ട് നിൽക്കുന്നത്? ഇനി അവരെ സന്ദർശിച്ചിട്ടുണ്ടാവും. ആ സന്ദർശിച്ചവരുടെ പട്ടിക, അതിൽ എത്രയോ ആളുകൾ നിൽക്കുന്നു. അത് അവരുടെ ഔദ്യോഗിക വസതിയിലെ അവരുടെ ഓഫീസാണ്. ആ ഓഫീസിൽ ഞാനും പോയിട്ടുള്ളതാണ്. നമ്മളൊരു 4 ദിവസമോ 10 ദിവസമോ മുമ്പ് അവിടെ ചെന്ന് ഒരു അപേക്ഷ വരാം. നിയമവിദഗ്ധനായിട്ടുള്ള പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. സ്വാഗതം അഡ്വക്കേറ്റ് രാംകുമാർ. ഇവിടെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ മാത്രം ഈ കേസിൻ്റെ വ്യാപ്തി അവരുടെ അന്വേഷണത്തിൽ ഒതുങ്ങുന്നതാണ്. പ്രത്യേകിച്ചും സ്വർണം വിദേശത്തേക്ക് കടത്തി എന്നുള്ള കൃത്യമായ നിരീക്ഷണങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ CBI പോലുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഏറെ അനിവാര്യമായി വരികയല്ലേ അഡ്വക്കേറ്റ് രാംകുമാർ? ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു CBI അന്വേഷണം അനിവാര്യമായിരിക്കുകയാണ്. കാരണം ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഒരു നിർദ്ദേശവും ചില സുപ്രധാന വിവരങ്ങളുമായി മുന്നോട്ട് വന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രമുഖരായ ചില ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വ്യക്തമായ സൂചന SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ ഒരു പ്രമുഖ കുടുംബത്തിലെ മരുമകൻ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് SITയുടെ പ്രവർത്തനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ വിമർശിക്കുന്ന രീതിയിൽ മന്ദഗതിയിലായത്. അതെന്തുകൊണ്ടാണ്? സ്വാധീനം കൊണ്ടാണോ ഭയം കൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാക്കപ്പെടണം. എന്തായാലും ഭയമുണ്ടായാലും സ്വാധീനമുണ്ടായാലും ഈ കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അത്രത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ജനങ്ങളെ ഭയചകിതരാക്കുന്ന രീതിയിൽ പുറത്തു വരുന്നത്. അയ്യപ്പൻ്റെ മുതൽ കട്ട് പണക്കാരാകാൻ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ഇത് CBI അല്ല, ഇന്റർപോൾ വരെ അന്വേഷിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിദേശത്ത് വ്യാപാര ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സൂചിപ്പിച്ച മരുമകൻ. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് ഇടപാടുകളുള്ളത് എന്നുകൂടി അന്വേഷിക്കാൻ നമ്മുടെ SITക്ക് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അന്തർ സംസ്ഥാന മാനം വിട്ട് അന്തർരാജ്യമാനം ഈ കേസിന് കൈവന്നിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ധാരണ തെറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ശബരിമല അയ്യപ്പനെ പോലെ ഇത്രയും വിശ്വാസം നേടിയ ഒരു ദേവാലയം ഈ പതനത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആരാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്വമാണ്. അത് SITക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ വളരെ സംശയമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡൽഹിയിൽ അന്വേഷണം അനിവാര്യമായിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ പോലും സമ്മതിക്കുന്നുണ്ട്. ശ്രീമതി സോണിയാഗാന്ധിയുമായി പോറ്റിയും ശ്രീ അടൂർ പ്രകാശ്, ആൻ്റണി തുടങ്ങിയ MP മാരടങ്ങുന്ന സംഘം
കൂടിക്കാഴ്ച നടത്തി. അവർ ഡൽഹിയിലെ കാലാവസ്ഥയല്ലല്ലോ ചർച്ച ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ബൈബിളിലെ വാക്കുകളല്ലല്ലോ സോണിയാഗാന്ധിയോട് അവർ പറഞ്ഞത്. അവരെന്ത് ചർച്ച ചെയ്തു, എന്ത് കാര്യത്തെപ്പറ്റി സംസാരിച്ചു എന്നറിയേണ്ട ഈ രാജ്യത്തെ ജനങ്ങൾക്ക്. ശ്രീമതി സോണിയാഗാന്ധി വെറും കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതാവ് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് രാജ്യത്തെ. അവരുടെ പേരിൽ ഒരു സംശയമുണ്ടാകുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് ആ സംശയം ദൂരീകരിക്കേണ്ടത് കോൺഗ്രസുകളുടെ കൂടെ ആവശ്യമാണ്. കോൺഗ്രസുകൾ എത്ര തരം താണാലും സോണിയാഗാന്ധിയോട് ജനങ്ങൾക്കുള്ള ആദരവ് കുറയില്ല. കാരണം അവർ ഒരു പ്രമുഖ കുടുംബത്തിൻ്റെ മരുമകളാണ്, ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യയായിരുന്നു. ആ ഒരു ആദരവ് ഇന്നും രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അവരുടെ പേരിൽ കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് ദൂരീകരിക്കേണ്ടത് പ്രമുഖ അന്വേഷണ ഏജൻസികളുടെ ചുമതലയാണ്. SIT, കേരള സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന SIക്ക് ഹൈക്കോടതിയുടെ നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും അതിന് കഴിവുണ്ടോ എന്ന് വളരെ സംശയമാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ സംസ്ഥാന മാനങ്ങൾ ഇപ്പോൾ കേസിന് കൈവരിക്കുക എന്നാണ് വ്യക്തമായ സൂചനകളുണ്ട്. ഇത് അസുഖകരമായ വർത്തമാനമാണ്. പക്ഷേ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. സത്യം പലപ്പോഴും അരോചകം മാത്രമല്ല, ക്രൂരവുമാണ്. ആ ക്രൂരത സഹിച്ചേ മതിയാവും അതിൽ ബന്ധപ്പെട്ട ആൾ. കാരണം മതം മനുഷ്യനെ അയക്കുന്ന കറുപ്പാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടി ഇന്ന് മതത്തിനെ മുതലെടുത്തുകൊണ്ട് കോടികൾ സമ്പാദിച്ചിരിക്കുകയാണ്. പുരോഗമനക്കാരാണ് എന്നൊക്കെ പറയുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളും വലിയ വ്യത്യാസം കാണുന്നില്ല. അവരും ഈ കളവ് മുതൽ പങ്കിടുന്നതിൽ പങ്കാളികൾ. അല്ലെങ്കിൽ ഇതുപോലെ വിവാദമായ ഒരു പുരുഷന് വേണ്ടി ഒരു കൂടിക്കാഴ്ച എങ്ങനെ സോണിയാഗാന്ധിയെ പ്രേരിപ്പിച്ചു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സാക്ഷാൽ K. കരുണാകരന് വിൻസെൻ്റ് ജോർജ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചതാണ് അവർ തമ്മിലുള്ള ബന്ധം വഷളാവാൻ കാരണം. അന്ന് ശ്രീമതി സോണിയാഗാന്ധിയുടെ സെക്രട്ടറി വിൻസെൻ്റ് ജോർജ് എന്ന് പറഞ്ഞ അഹങ്കാരിയായ മലയാളി പയ്യനായിരുന്നു. അദ്ദേഹം K. കരുണാകരനെ പോലെ കോൺഗ്രസിൻ്റെ നെടുംതൂണായി 9 സീറ്റിൽ നിന്ന് ഭരണത്തിലേക്ക് ആ പാർട്ടിയെ നയിച്ച പ്രമുഖനായ നേതാവിന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുണാകരൻ അവമാനിതനായി തിരിച്ചു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ കതറിട്ട് നടന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരാവില്ല. കോൺഗ്രസ് പ്രവർത്തകർക്കും ഈ കാര്യം അറിയാവുന്നതാണ്. അതിനെ തുടർന്നാണ് അദ്ദേഹം DIC ഉണ്ടാക്കുകയും പിന്നീട് തിരിച്ചു വരികയും. സഹിക്കാൻ വയ്യാത്ത അവമാനം ശ്രീ K. കരുണാകരന് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെയും കൊണ്ട് 2 MP-മാർ പോകുന്നത് എത്രമാത്രം ലജ്ജാവഹമാണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കണം. കാരണം ശ്രീമതി സോണിയാഗാന്ധിയുമായി ഒരു ഇൻ്റർവ്യൂ സാധിക്കാത്ത കോൺഗ്രസ് നേതാവിന് പോലും കിട്ടാത്ത ഭാഗ്യമാണ് ഈ കേസിൽപ്പെട്ട പോറ്റിക്ക് 2 MP-മാർ സാധിപ്പിച്ചു കൊടുത്തത്. ഇത് തീർച്ചയായും അന്വേഷണ വിധമാണ്. വെറുതെ വിമർശിച്ചും കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും കാര്യമില്ല. ആരോപണം വരുമ്പോൾ ആൺകുട്ടികളെ പോലെ നേരിട്ട് വ്യക്തമായ മറുപടി തരണം. എന്തിനാണ് 2 തവണ വ്യത്യസ്ത ഫോട്ടോകൾ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും വഴി കാണുന്നുണ്ട്? 2ലും 2 പ്രമുഖ MP-മാരുണ്ട്, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്, ചില സ്ത്രീകളുമുണ്ട്. ഒരു കാര്യം കൂടി രാംകുമാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതെല്ലാം മനസ്സിലാക്കിയായിരിക്കുമോ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതിൽ കൂടുതൽ അന്വേഷണം വേണം, ഈ സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്, 500 കോടിയോളം രൂപയുടെ വ്യാപാരമാണ് ഇതിൽ നടന്നത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്? ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി ആകുമോ അഡ്വക്കേറ്റ് രാംകുമാർ? ചോദ്യം വ്യക്തമല്ല. അഡ്വക്കേറ്റ് രാംകുമാർ, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹമാണ് പറഞ്ഞത് അന്വേഷണം കൂടുതൽ ശക്തമാക്കണം, ഈ വിഗ്രഹ കടത്തുമായിട്ട് വരെ ഇതിന് ബന്ധമുണ്ട്, 500 കോടിയോളം രൂപയുടെ ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താകുമോ? രാംകുമാർ കേൾക്കാമെങ്കിൽ.
തീർച്ചയായും അങ്ങനെ വിചാരിക്കാൻ കാരണമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ പ്രഗത്ഭനായ ഒരു കോൺഗ്രസ് നേതാവ് വിടുവായത്തരം പറയുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കാനുള്ള കഴിവും സന്നദ്ധതയും ഉള്ളതായിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്കാക്കുന്നത്. അപ്പം അദ്ദേഹം ഇതുപോലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന പ്രകൃതക്കാരനല്ല ശ്രീ രമേശ് ചെന്നിത്തല, എൻ്റെ എളിയ അറിവിൽ. അപ്പോൾ അദ്ദേഹം ഇത് ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിപുലമായ അന്വേഷണം വേണം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. അദ്ദേഹം ഒരു തൊടുത്തുവിട്ടതാണ്. ആ തൊടുത്തുവിടൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ ചില ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്നതായി SITക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. ആ ഉന്നതരെ തൊടാൻ ഒരു പക്ഷേ അവർക്ക് ഭയമുണ്ടാകും. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന സ്ഥിതിയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒട്ടും വൈകാതെ SITയുടെ അന്വേഷണം പോരാ. SIT മാത്രം അന്വേഷിച്ചാൽ അന്തർദേശീയ ബന്ധങ്ങളും മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഇടപാടുകളും കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. തീർച്ചയായും CBI രംഗപ്രവേശം ചെയ്യേണ്ട സമയം സംജാതമായിരിക്കുന്നു. ഇത് കേസിൻ്റെ തെളിവുകൾ വ്യക്തമായി കിട്ടുന്നതിന് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും സൽപ്പേര് കളങ്കം വരുന്നതിന് തടയിടാൻ പോലും ഒരു CBI അന്വേഷണം അത്യാവശ്യമാണ്. ഇപ്പോൾ ബ്രിട്ടാസിനെ പറ്റി അടൂർ പ്രകാശ് പറയണു, അടൂർ പ്രകാശിനെ പറ്റി പറയണു. ജനങ്ങളെ ഏത് വിശ്വസിക്കണം? അപ്പം ആ നിലയ്ക്ക് ഇത്തരം ദുരാരോപണങ്ങൾ ഒഴിവാക്കാൻ കൂടി ആധികാരികമായൊരു അന്വേഷണം ഒരു ഉന്നത ഏജൻസി, CBI പോലുള്ളൊരു ഉന്നത ഏജൻസി നടത്തണം എന്നുള്ള സ്ഥിതിവിശേഷം ഇപ്പം സംജാതമായിരിക്കുന്നു. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ശ്രീ രമേശ് ചെന്നിത്തല തൻ്റെ ആവശ്യം ഉന്നയിച്ചത്. അദ്ദേഹം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മൊഴി കൊടുക്കുകയും ചെയ്തു. ആ മൊഴിയിൽ നിന്നും മറ്റ് കിട്ടിയ വിവരങ്ങളിൽ നിന്നുമാണ് ഞാൻ പറയുന്ന വ്യക്തിയുടെ ബന്ധം SITക്ക് സൂചന ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, വ്യക്തമാണ്. രമേശ് ചെന്നിത്തലയുടെ ഒരു പരാതിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജിതിൻ ദേവ്, BJP ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ, അദ്ദേഹം മൊഴി നൽകിയത്, ഇതൊക്കെ തന്നെ കോൺഗ്രസിലുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി കൂടി നമുക്ക് കാണാമല്ലോ. പ്രത്യേകിച്ചും അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആൾ, അതേപോലെ തന്നെ ആന്റണി, ഇവരൊക്കെ A ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാക്കളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല കൃത്യമായി മൊഴി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. സ്വർണം വിദേശത്തെല്ലാം സേനാപതിയിലേക്ക് വരാം. ജിതിൻ ദേവ്, BJP അതെ ഗ്രൂപ്പില്ല തന്നെ പറയാം. ശരി, എങ്കിൽ ഗ്രൂപ്പില്ല. അപ്പൊ രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കത്തെ എങ്ങനെയാണ് BJP കാണുന്നത്? ജിതിൻ ദേവ്. ശ്രീ വിനോദ്, ഇത് രമേശ് ചെന്നിത്തലയുടെ നീക്കത്തിനപ്പുറത്ത് ഇതിന് ഒരു അന്താരാഷ്ട്ര മാനമുള്ള ഒരു വലിയ കുറ്റകൃത്യമാണ് ഇത് നടന്നിരിക്കുന്നതെന്നുള്ള കാര്യം ഈ അന്വേഷണത്തിൻ്റെ ആദ്യം തന്നെ, അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെപ്റ്റംബർ മാസം 20-ാം തീയതി ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ജഡ്ജ്മെൻറ്റിൽ സൂചിപ്പിച്ചപ്പോഴേ BJP ആരോപണം ഉന്നയിച്ചതാണ്. BJP ഇത് CBI അന്വേഷണം അന്ന് മുതലേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിന് വലിയ അന്താരാഷ്ട്ര മാനങ്ങളുള്ള കുറ്റകൃത്യമാണ്. ഇതൊരു അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സ്വർണത്തിൻ്റെ കണക്കല്ലത്. ഇത് വലിയ തരത്തിലുള്ള ആൻറ്റിക് വാല്യൂ, ഡിവൈൻ വാല്യൂ, ദൈവിക മൂല്യം വിറ്റഴിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കോടികളുടെ ഒരു വ്യാപാരമാണിത്. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെല്ലും പതിരും തിരിക്കണമെന്നുണ്ടെങ്കിൽ CBI പോലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണം നടത്താൻ സാധിക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നോക്കൂ. SITയുടെ അന്വേഷണം മന്ദഗതിയിലായിരിക്കുന്നു. SIT ഇനി മുട്ടേണ്ടുന്ന വാതിലുകൾ വലിയ വമ്പന്മാരുടെ വാതിലാണ്. ഹൈക്കോടതിയുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ വലിയ വമ്പൻ സ്രാവുകളുടെ വാതിലാണ്. ആ വാതിലുകളിൽ മുട്ടാനുള്ള ധൈര്യം SITക്ക് ഇല്ല. അതുകൊണ്ട് SIT പകച്ചു നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ തേരാപ്പാര നടക്കുകയാണ്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ അധികായകന്മാരെ, രാഷ്ട്രീയ യജമാനന്മാരുടെ തിട്ടൂരത്തിന്
പേടിക്കാത്ത തരത്തിലുള്ള ഊരിപ്പിടിച്ച വാളുകൾക്ക് മുമ്പിൽ ഭയന്ന് വിറയ്ക്കാത്ത അന്വേഷണ ഏജൻസികൾ വന്നേ മതിയാകൂ. അതുകൊണ്ട് CBI അന്വേഷണം എന്തായാലും വേണ്ടിവരും. SITക്ക് കൊടുത്തിരിക്കുന്ന ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി ഏതാണ്ട് അവസാനിക്കാറാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്തിമ റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്ന് SIT പറയാൻ സാധിക്കൂ. സ്വാഭാവികമായിട്ടും കോടതി ഇത് CBIക്ക് വിടാൻ നിർബന്ധിതമാകും. എന്തായാലും ED വന്നിട്ടുണ്ടല്ലോ, തൊട്ട് പറയത്തന്നെ CBI വരും. പിന്നെ ശ്രീ സേനാപതി വേണു സൂചിപ്പിച്ച കാര്യം, ജിതിൻ ദേവിന്റെ കയ്യിൽ ചരടുണ്ടല്ലോ എന്ന്. ഈ ചരട് ചെട്ടികുളങ്ങര അമ്മയുടെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ മേൽശാന്തി എനിക്ക് കെട്ടിത്തന്നതാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് പൂജാരി കെട്ടിത്തന്നല്ല. പിന്നെ അങ്ങ് പറഞ്ഞു കെ സുരേന്ദ്രന്റെ കയ്യിൽ ധാരാളം ചരടുകളുണ്ട്. അത് എവിടുന്നൊക്കെ ഏതൊക്കെ ക്ഷേത്രത്തിലാണെന്ന് പറയാൻ എനിക്ക് ചിലപ്പോൾ കഴിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയും ശ്രീ കെ സുരേന്ദ്രന്റെ കൈകളിൽ ചരട് കെട്ടിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പോറ്റികളെ ആവശ്യമുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാർക്കായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലൊരു വാദമല്ല പറയേണ്ടത്. എന്തിനു വേണ്ടിയിട്ട് ഇത് പോയി? എന്തിന് നിങ്ങൾ 2 തവണ ഈ പോറ്റിയെ 2 MP-മാർ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആനയിച്ചു? എന്താണ് സോണിയാഗാന്ധിയുടെ ജന്മത്തിലേക്ക് പോറ്റിയെ കയറ്റിയതിന് പറയുള്ള ഉദ്ദേശം? അത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അവിടെയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങ് പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇതാരാണ് ഏതാണെന്നൊക്കെ? നോക്കൂ, ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തി ആരാണെന്നും തന്ത്രി ആരാണെന്നും മാളികപ്പുറം മേൽശാന്തി ആരാണെന്നും കീഴ്ശാന്തിമാർ ആരൊക്കെയാണെന്നും ഒക്കെ ഏത് കൊച്ചുകുട്ടികൾക്ക് അറിയാൻ വയ്യാത്തത് വിശ്വാസമുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. അപ്പൊ പിന്നെ പത്തനംതിട്ട MP ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് സംബന്ധിച്ച് അറിയില്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ മുരാരി ബാബുവിന്റെ എന്താ പറയാ ആ ബെയിൽ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് എന്താ പറഞ്ഞേക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈസ് നൈദർ ദ പൂജാരി നോർ ദ അസിസ്റ്റന്റ് പൂജാരി ഓഫ് ദ ശബരിമല ടെമ്പിൾ, ബട്ട് ഹി കണ്ടിന്യൂഡ് ഇൻ ദ ശബരിമല വിത്തൗട്ട് എനി ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ അണ്ടർ ദ ഗ്രേസ് ഓഫ് സം ഹൈ പ്രൊഫൈൽ ഒഫീഷ്യൽസ് ആസ് പാർട്ട് ഓഫ് ദ കോൺസ്പിറൻസി. അപ്പൊ നിങ്ങൾ ഭരിച്ചപ്പോഴും പോറ്റിയുണ്ട്, LDF ഭരിക്കുമ്പോഴും പോറ്റിയുണ്ട്. പോറ്റിയെ കയറ്റിയതിനകത്തും പോറ്റി ഊറ്റിയതിനകത്തും പോറ്റി കട്ടതിനകത്തും ഇന്ത്യ സഖ്യത്തിന് പങ്കുണ്ട്. നിങ്ങളുടെ സംയുക്ത കൊള്ളസംഘം തന്നെയാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അയ്യന്റെ മുതൽ കട്ടതിനകത്തുള്ള സമസ്ത അപരാധത്തിൽ, ആ വലിയ കൊടിയ അപരാധത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അതൊക്കെ പറയേണ്ടുന്നത്. അദ്ദേഹം പറയേണ്ട കാര്യം മാത്രമേ പറയൂ. സേനാപതി വേണുവിന് അതൊക്കെ കൃത്യമായി അറിയാം. രമേശ് ചെന്നിത്തല എന്തിനാണ് പരാതി കൊടുത്തത് എന്നൊക്കെ സേനാപതി വേണുവിലേക്ക് വരാം. അടുത്ത സേനാപതി വേണു, രമേശ് ചെന്നിത്തല പരാതി നൽകി വളരെ ശക്തമായ രംഗത്ത് വന്നെങ്കിലും ഇത്തരം ചിത്രങ്ങൾ കൂടുതൽ പുറത്തേക്ക് വന്നതോടുകൂടി ചെന്നിത്തല ഇപ്പോൾ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് കൃത്യമായി മറുപടി പറയാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പരാതി വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം നീളുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇത് കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രിയെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്തു. അങ്ങനെ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും കടകംപള്ളിയെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ള വിശ്വാസം തന്നെയാണോ കോൺഗ്രസിനുള്ളത്? അഡ്വക്കേറ്റ് സേനാപതി വേണു. കടകംപള്ളി ഈ കേസിൻ്റെ അകത്ത് ഉൾപ്പെടുമെന്നും കടകംപള്ളിയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രതിയായി അടുത്ത 11-ാമനോ അല്ലെ 12 പറഞ്ഞോളൂ. അല്ല, അന്വേഷണ സംഘം നേരായ മാർഗത്തിലാണ് അന്വേഷണം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ 11 ഇനി 12 അല്ലെങ്കിൽ 13-ാമത്തെ ആളായി അറസ്റ്റിലാകപ്പെടേണ്ട ആള് എന്ന് പറയുന്നത് അത് കടകംപള്ളിയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ദേവസ്വത്തിന്റെ മന്ത്രിയാണ്. ആ ദേവസ്വത്തിന്റെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോ മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാകാനായിട്ട് കഴിയില്ല. പിന്നെ എനിക്ക് ബഹുമാന്യനായ ശ്രീ രാംകുമാർ സാറ് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചുള്ള അല്ലെ കരുണാകരനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയും കരുണാകരനെ കുറിച്ചുള്ള ആവേശം അതൊക്കെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ആളാണ്. കാരണം ഞങ്ങളൊക്കെ ലീഡർ ശ്രീ കെ കരുണാകരനെ അതുപോലെ ആരാധിക്കുന്ന ആളുകൾ. എനിക്ക് ശ്രീ രാംകുമാർ സാറിനോട് പറയാനുള്ളത്, ഏതോ ഒരു മരുമകനെ കുറിച്ച് അങ്ങേക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല SITയോട് പറഞ്ഞതുപോലെ ഇനി മരുമകനെ കുറിച്ച് SIT അന്വേഷിക്കുന്നില്ലെങ്കിൽ അങ്ങ് പരിണിതപ്രജ്ഞനായ ഒരു ക്രിമിനൽ ലോയറാണ്. അങ്ങ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായെ അറിയിക്കണം. ഇനി അമിത്ഷായെ
അറിയിച്ചിട്ട് അമിത്ഷായും അതിന് നടപടി എടുക്കുന്നില്ല എങ്കിൽ, കാരണം ഒരുപാട് വിവരങ്ങൾ അങ്ങേക്ക് കിട്ടിയെന്നാണല്ലോ അങ്ങ് ഇവിടെ പറഞ്ഞത്. ഏതോ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, കുടുംബത്തിലെ മരുമകന് അവരിങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്നു. സാർ, കഴിഞ്ഞ 11-12 കൊല്ലമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് പറഞ്ഞ ഈ ആളുകളൊക്കെ ആണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷണം നടത്തുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? ഇനി അങ്ങയുടെ മനസ്സിൽ കോൺഗ്രസ് വിരോധം, അങ്ങ് കൊങ്കി എന്നൊരു പദം ഇവിടെ ഉപയോഗിച്ചു. ഞാൻ അതിന് ബദലായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാംകുമാർ സാറിനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ കോൺഗ്രസ് പാർട്ടിയെ വിശേഷിപ്പിക്കാൻ കൊങ്കി എന്നൊരു പദം ഉപയോഗിച്ചത്, അത് ആങ്കർ തടഞ്ഞില്ല എങ്കിൽ എനിക്കതിൽ വിരോധമില്ല. അതെങ്ങനെ തടയാൻ പറ്റും? മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഒരു മിനിറ്റ് രാംകുമാർ, ക്ഷമിക്കണം, സേനാപതി വേണു മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ വി എസ് അച്യുതാനന്ദൻ SDP-യെ വിശേഷിപ്പിച്ച് സുഡാപ്പി എന്നാണ്. അതൊക്കെ പറയും, ചുരുക്കപ്പേര് പറയുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അല്ല, ഞാനും ജിതിൻ ദേവും ഒക്കെ എത്രയോ ചാനൽ ചർച്ചയിൽ ജിതിൻ ദേവ് എന്തെങ്കിലും ഒരു അപമര്യാദ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ഞാൻ ഇന്നൊരു പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞായിട്ട് ജിതിൻ ദേവിന് പരാതിയുണ്ട്. നമ്മളൊരു ചാനൽ ചർച്ചയിലൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു അഭിഭാഷകൻ അങ്ങ് കൊങ്കി എന്നൊരു പദമൊക്കെ നിങ്ങൾ സംഘി എന്ന് വിളിക്കുന്നതോ? നിങ്ങൾപ്പെട്ട നേതാക്കൾക്ക് സംഘി എന്ന് പറയാം, മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കാം. ആരും എതിർക്കുന്നില്ലല്ലോ. മാപ്ര എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. കൊങ്ങി എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം? സംഘി എന്ന് വിളിക്കുമ്പോൾ വേറെ ആളുകൾക്ക് പ്രശ്നമില്ലല്ലോ. കമ്മി എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇതൊക്കെ സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ ഈ പദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പത്രങ്ങൾ പോലും ഹെഡിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്നു. സുഡാപ്പിയെ, SDP-യെ സുഡാപ്പി എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? അങ്ങനെ പറഞ്ഞാലേ ഇപ്പൊ ആളുകൾക്ക് അറിയുള്ളൂ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കോങ്ങി എന്ന് പറഞ്ഞാലേ അറിയൂ. പലരും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മി എന്ന് പറഞ്ഞാലേ അറിയൂ. സംഘപരിവാറിൽപ്പെട്ടവരെ സംഘി എന്ന് പറഞ്ഞാലേ അറിയൂ. എന്താണ് അതിന് കുഴപ്പം? മോശപ്പെട്ട വാക്കല്ല. മാപ്ര എന്നാണ് മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകരും അത് തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ. ശരി. അത് ഞാൻ പറഞ്ഞു, തെറ്റും ഈ സംസ്കാര ശൂന്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം, നമ്മളൊരു ചാനൽ ചർച്ചയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഞാൻ BJP-യോ അല്ലെങ്കിൽ സംഘപരിവാറിനെ ഞാൻ ഇതുവരെ സംഘി എന്ന് ഉപയോഗിക്കാറില്ല. ഞാൻ സംഘപരിവാർ എന്നുള്ള ഒരു പദവേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇനി അത് രാംകുമാർ സാറിനെ പോലെ ഒരാള് അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന് ഭൂഷണമാണ് എങ്കിൽ ഇനി എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ പോയിന്റിലേക്കാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വിവരങ്ങൾ കൃത്യമായിട്ട് ലഭ്യമായ ഒരാള് എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ, അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, മരുമകനാണ് ഇത് കടത്തിയെന്നുള്ള വിവരങ്ങൾ എനിക്ക് അറിവായി ലഭിച്ചിട്ടുണ്ട്. അത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബോധ്യപ്പെടുത്തണമെന്നേ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നേ, അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. പിന്നെ രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ രമേശ് ചെന്നിത്തല വിവരം, അദ്ദേഹത്തിന് ലഭ്യമായ ഒരു വിവരം അദ്ദേഹം അന്വേഷണ ഏജൻസിക്ക് മുവാകെ കൊടുത്തു. അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ. ഞങ്ങൾ എല്ലാ ഏജൻസികളോടും പറയുന്നു, നിങ്ങൾ ഇത് അന്വേഷിക്കണം, അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നേ. ആരാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം നിങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നേ. അത് പുറത്തു കൊണ്ടുവന്ന് കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം. ആ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇത്രയും സജീവമായ നിലപാടുകൾ എടുത്തിരിക്കുന്നത്. ഇതിൽ അടൂർ പ്രകാശിന് എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങളുണ്ടോ? ആന്റോ ആന്റണിക്ക് എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചോട്ടെ തന്നെ. ഇപ്പൊ ജിതിൻ ദേവ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യെ കെട്ടിയ ചരടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ ശബരിമലയിൽ ദർശനത്തിന് പോകുമ്പോൾ അവിടെ ആരൊക്കെയാണ് പോറ്റിയായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ തന്ത്രിയായിട്ടിരിക്കുന്നോ, ഇതൊന്നും ആ തിരക്കിന്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് പ്രസാദം തരുന്ന ആളിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുന്നു, ഇരു കൈയും കൂപ്പി പ്രസാദവും മേടിച്ചുകൊണ്ട് നമുക്ക് പോകുന്നു. അല്ലാതെ അവിടെ ആരുടെയെങ്കിലും നെറ്റിയല് ഇവൻ വ്യാജ പോറ്റി, ഇവൻ ഒറിജിനൽ പോറ്റി, ഇതൊന്നും എഴുതിയിട്ടില്ല. ഈ വ്യാജ പോറ്റികളെയൊക്കെ കയറ്റിയ ആളുകൾ, ആ ആളുകൾ അവിടുത്തെ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ളയെ ഇപ്പം മറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ടു കൂട്ടരും നടത്തുന്ന ഒരു അന്തർധാര, എന്നാ പിന്നെ ഇനി കോൺഗ്രസിനെയും കൂടെ ഇതിന്റെ അകത്തേക്ക് വലിച്ചടിച്ചേക്കാം. ഏതെന്ന് പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടി സാർ പണ്ട് പറഞ്ഞ പോലെ ഹം സബ് ചോറേ, എല്ലാവരും കള്ളന്മാരെന്നുള്ള ഒരു നിലയിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ SIT-യുടെ അന്വേഷണം അത് കടകംപള്ളിയിലേക്ക് പോകണം. കടകംപള്ളിയിലേക്ക് പോയി ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയെന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ഘട്ടം വന്നു കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ഇനി കോൺഗ്രസിന്റെ നേതാക്കളുടെ വീട്ടിൽ സന്ദർശനം നടത്തി പോറ്റി അവിടെ ഫോട്ടോ കൊണ്ടു. കടകംപള്ളി പകുതി എടുത്താൽ മതി. പകുതി CPM-കാർ എടുത്തിട്ടുണ്ട്, നിങ്ങൾ പകുതി എടുത്താൽ മതി.
എല്ലാം കൂടി കിട്ടൂല. അല്ല, ഞങ്ങൾ 50-50 ആണ്. അത് അതിനല്ലേ- 50-50 അല്ല, വെച്ചാണ് ഞാൻ വീതം അല്ല, വെച്ചിരിക്കുന്നത്. അല്ല, അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു അല്ല, വരുന്നത്. ഇപ്പോൾ ഇടത് നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് എത്താം. പക്ഷേ ഞാൻ അങ്ങ് സംസാരിച്ച ഒരു സെക്കൻഡോടെ പറഞ്ഞ അല്ല വിനോദ്, ഒരു സെക്കൻഡ് കൂടി. രാജീവ് ചന്ദ്രശേഖർ CBI അന്വേഷണത്തിന് വേണ്ടി ഹർജി കൊടുത്തിരിക്കുന്നു. അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. CBI അന്വേഷിക്കട്ടെ. ആർക്കാ ഇക്കാര്യത്തിൽ തർക്കമുള്ള? നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഈ കാര്യത്തിൽ. തീർച്ചയായും അന്വേഷിക്കട്ടെ. സേനാപതി വേണു പറഞ്ഞതിലെ ഭൂരിപക്ഷം കാര്യങ്ങളും അഡ്വക്കേറ്റ് രാംകുമാറുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് രാംകുമാറിന്റെ ഒരു മറുപടി, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും മുതിർന്ന അംഗവും മുതിർന്ന അഭിഭാഷകനും അഡ്വക്കേറ്റ് രാംകുമാറാണ്. അഡ്വക്കേറ്റ് ഹസ്കർ ഉണ്ട്, അഡ്വക്കേറ്റ് സേനാപതി വേണു ഉണ്ട്, ജിതിൻ ദേവ് LLB ആണോ എനിക്കറിയില്ല. എന്തായാലും അഡ്വക്കേറ്റ് രാംകുമാർ സാർ, ഇവിടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സേനാപതി വേണു പറയുന്നത് അങ്ങേപ്പോലുള്ള ഒരാൾ കൊങ്ങിയെന്ന് പറയാമോ? അത് മാത്രമല്ല, ഈ കോൺഗ്രസ്സുകാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമിത്ഷായെ പോലും നേരിട്ട് പരിചയമുള്ള അങ്ങേക്ക് വേണമെങ്കിൽ പറഞ്ഞ് ആ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താമല്ലോ എന്നാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു പറയുന്നത്. അഡ്വക്കേറ്റ് K. രാംകുമാർ. എൻ്റെ സുഹൃത്ത് ശ്രീ സേനാപതി വേണു നല്ല സംവാദകനാണ്, നല്ല ഊർജ്ജസ്വലനായ പാർട്ടി പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീർണിച്ച സംസ്കാരം ചർച്ചകളിൽ വ്യക്തമാവുന്നുണ്ട്. അല്ലെങ്കിൽ ചർച്ചയിൽ ഉന്നയിച്ച അഭിപ്രായങ്ങളെയാണ് ഖണ്ഡിക്കേണ്ടത്, അഭിപ്രായം പറഞ്ഞ ആളെയല്ല. അതുകൊണ്ട് എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ അവഗണിക്കാൻ, എൻ്റെ എത്രയും മാന്യനായ സുഹൃത്താണെങ്കിൽ പോലും ഞാനതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ പാർട്ടി ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പതനം ആലോചിക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ചർച്ചകളിലൊക്കെ ഇതുപോലെ തന്നെയാണ് കാരണം അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ കൊഞ്ഞനം കാണിക്കുക എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവം, എനിക്ക് ആ ജീർണിച്ച സംസ്കാരക്കാരോട് അങ്ങേയറ്റ സഹതാപമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു, ശ്രീ രമേശ് ചെന്നിത്തല വളരെ ഗൗരവമായ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചു. ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന് മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഗഹനമായ അറിവുള്ള ആളാണ്. CBIയുടെ പ്രവർത്തനത്തെക്കുറിച്ചും അറിവുള്ള ആളാണ്. അദ്ദേഹം വെറുതെ ഒരാരോപണം ഉന്നയിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ്സിന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന 5 ഗ്രൂപ്പുകളുണ്ടെന്നാണ്. അതിൽ രമേശ് ചെന്നിത്തല ഏത് ഗ്രൂപ്പിലാണെന്ന് എനിക്കറിയില്ല, എനിക്കതറിയാൻ താല്പര്യവുമില്ല. കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ ലീഗിൻ്റെ ഊന്നുവടിയിൽ നടക്കുന്നൊരു പ്രസ്ഥാനമായ അധപ്പതിച്ചിൽ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവരെപ്പറ്റി പറഞ്ഞ് പ്രേക്ഷകരുടെ വിലപ്പെട്ട സമയം കളയണ്ട. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, ഒരു മുൻ ആഭ്യന്തരകാര്യമന്ത്രി, മുൻ KPCC പ്രസിഡന്റ് ഇതുപോലൊരാവശ്യം ഉന്നയിക്കണമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സൂചന തന്നെ ഒരു സംസ്ഥാന നിലവാരത്തിലുള്ള അന്വേഷണ ഏജൻസി പോരാ, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളത് വേണം എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. പിന്നെ എന്തിനാ കോൺഗ്രസ്സുകാർ എതിർക്കണ്? അവരുടെ ലക്ഷ്യം കടകംപള്ളിയാണെങ്കിൽ കടകംപള്ളിക്കെതിരായ തെളിവുകൾ അവർക്ക് ഹാജരാക്കാമല്ലോ SIയുടെ മുമ്പിൽ. അങ്ങനെ സങ്കുചിതമായൊരു മനസ്ഥിതി വെച്ചിട്ടല്ല ഇതുപോലത്തെ ഒരു കേസ് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ശബരിമല അയ്യപ്പൻ്റെ ഭക്തിയും വെച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനസമൂഹം ഇന്ന് വിഷാദത്തിലാണ്. കാര്യം കളവ് പോയത് വിലപ്പിടിച്ച അയ്യപ്പൻ്റെ മുതലുകളാണ്. നമ്മുടെ സഖാക്കൾ വരെ പ്രതികരിച്ചത് കണ്ടോ? പത്മകുമാറിനെ പറ്റി മറ്റൊരു സഖാവ് പറഞ്ഞത്, സഖാവ് പറഞ്ഞ മാതിരി ഞാൻ ചെയ്തു എന്നാണ്. അപ്പം സഖാക്കൾ ഇപ്പം അമ്പലത്തിൻ്റെ കാര്യത്തിലും സ്വർണത്തിൻ്റെ കാര്യത്തിലും കാണിക്കുന്ന താല്പര്യം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രത്യയശാസ്ത്രം വിസ്മരിച്ചുകൊണ്ടല്ലേ? മയക്കുന്ന തത്വശാസ്ത്രത്തെക്കാൾ അവർക്ക് ആകർഷണം സ്വർണവും പണവും സ്ഥാനവുമാണ് എന്ന് പ്രകടമാക്കിയതല്ലേ? ആ സഖാക്കളിൽ ഒരാളാണ് പറയുന്നത് അയ്യപ്പനെല്ലാം തെളിയിക്കുമെന്ന്. അത്ര തീവ്ര വിശ്വാസമായിരിക്കണം. ഇത്തരം കപട രാഷ്ട്രീയക്കാരിൽ നിന്ന് ഈ ശബരിമല ക്ഷേത്രത്തിനെ മോചിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികമായ നിയന്ത്രണം ശബരിമല ഭരണത്തിലോ ശബരിമല സംവിധാനത്തിലോ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ വെളിവായിട്ടുള്ളത് കോടിക്കണക്കിന് സ്വർണം
അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെന്നാണ്. SIT കണക്കാക്കുന്നതിലധികം സ്വർണം പോയിട്ടുണ്ട്. അതിൽ ഉത്തരവാദികളായ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആളുകളും ഭരണക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മരുമകൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഇത് അന്വേഷിക്കണ്ടേ? ആരന്വേഷിക്കും? SITക്ക് വിദേശത്ത് പോയി അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ടോ? CBI അന്വേഷണം വേണ്ടേ? പിന്നെ ഈ CBI അന്വേഷണം കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഊന്നുവടിയായ മുസ്ലിം ലീഗ് വരെ പല കേസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല കൊലക്കേസിലും മാർക്സിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള കൊലക്കേസിൽ CBI അന്വേഷണം ലീഗുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഒരു ആവശ്യം ഇന്ന് ഉന്നയിക്കുമ്പോൾ ഇവരെന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? സത്യം പുറത്തു വരുന്നതിനാൽ കോൺഗ്രസ്സുകാർ എന്തിനാണ് ഭയപ്പെടുന്നത്? അവരുടെ നേതാക്കന്മാരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നതല്ലേ ഭംഗി? അതിന് എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പോൾ യുക്തിസഹമായ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം വില കുറഞ്ഞ വ്യക്തിപരമായ ആരോപണങ്ങൾ ചർച്ചയ്ക്ക് ഭംഗി കുറവേ ഉണ്ടാക്കുള്ളൂ, ഭംഗി കൂട്ടില്ല, ചർച്ചയുടെ മിഴിവ് കൂട്ടില്ല, ചർച്ചയുടെ മറുപടി വ്യക്തമാണ്. അഡ്വക്കേറ്റ് കെ രാംകുമാർ മതിപ്പും കൂട്ടില്ല. അതെ, കൃത്യമായ മറുപടിയാണ് അഡ്വക്കേറ്റ് കെ രാംകുമാർ നൽകിയത്. എന്തായാലും ഇന്ത്യ സഖ്യമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ എന്നുള്ള നിരീക്ഷണമാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വെച്ചത്. പക്ഷെ ഒരു പടി കൂടി കടന്ന് അഡ്വക്കേറ്റ് കെ രാംകുമാറാണ് ഇതിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ മരുമക്കളുടെ പങ്കും ഉണ്ട്, അതുകൂടി അന്വേഷിക്കണമെന്നുള്ള കാര്യം അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകരാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇടത് നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടി ചേരുന്നു. ഹസ്കർ, നിങ്ങൾ എന്തായാലും ഇപ്പോൾ ചിരിക്കുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ മാത്രമല്ലല്ലോ, എന്തായാലും കോൺഗ്രസ് കൂടി ഉണ്ടല്ലോ. കാര്യങ്ങൾ 50-50 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ 2-3 ചിത്രങ്ങൾ കിട്ടി. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അകത്തുപോയി. അതിൽ ഒരാൾ മുൻ MLA ആണ്. ഒരു നടപടിയും സ്വീകരിച്ചില്ല. എല്ലാം പാർട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു പിടിവള്ളി കിട്ടിയത്. കോൺഗ്രസ്സുകാരും കൂടി ഉണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടു അല്ലേ? സഖ്യം രാഷ്ട്രീയത്തിൽ മാത്രമല്ല കൊള്ളയിലും സഖ്യമുണ്ട് അല്ലേ അഡ്വക്കേറ്റ് ഹസ്കർ? വിനോദ, ഞാൻ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് PCR അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ഇപ്പോ ശ്രീമതി സോണിയാഗാന്ധിക്കും പോറ്റിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളിൽ കുട്ടികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് മാസ്ക് ചെയ്യാൻ ആവശ്യപ്പെടണം. അതൊരു കുറ്റകൃത്യമാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പ്രതിയാകാൻ സാധ്യത. അതെ, വ്യക്തമാണ്. ആ ചിത്രം തീർച്ചയായും കുട്ടികളുള്ള ചിത്രം അത് മറയ്ക്കാം. അങ്ങയുടെ നിർദ്ദേശത്തിന് വളരെയധികം നന്ദി. തുടരാം ഹസ്കർ. വിനോദ, ഇതില് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനും ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ സുത്യർഹമായിട്ടുള്ള ഒരു അന്വേഷണം SIT നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് പത്മകുമാർ അടക്കം ഇന്ന് ജയിലിൽ കിടക്കുന്നത് എന്ന വസ്തുത കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഒരു തരത്തിലും ഈ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്നതിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തിലുള്ള സൂചനകളാണ്. ഇപ്പോ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചിത്രങ്ങളൊന്നും അല്ല. ഇപ്പോ ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം ഇതിലൊരു രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നമുണ്ട്. ശ്രീ അടൂർ പ്രകാശും അതുപോലെ ആന്റണിയും പറയേണ്ട ചില ഉത്തരങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് Z+ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി ഉള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ വസതിയിൽ ഈ കള്ളൻ സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും ഒരുമിച്ചെത്തിയത് എന്ന ഉത്തരം പറയേണ്ട രാഷ്ട്രീയ ബാധ്യത, ആ രാഷ്ട്രീയ ധാർമ്മികതയാണ് ഇവിടെ പ്രശ്നം. 2, ഈ നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ചതുപോലെ ഈ ശബരിമലയിലെ സ്വർണങ്ങളോ വിഗ്രഹങ്ങളോ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ CBI-ക്കാളും എനിക്ക് തോന്നുന്നു രാംകുമാർ സാറിന് വളരെ കൃത്യമായിട്ട് അറിയാം എന്ന് തന്നെയാണ്. CBI-ക്കാളും ഉത്തമമായി ഈ കേസ് അന്വേഷിക്കാൻ ഉത്തരവാദിത്വമുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ്. അപ്പോ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നത്. CBI എന്ന് പറയുന്നത് എന്താണ് CBIയുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്നവരല്ലേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തരും. CBI കൂട്ടിലടക്കപ്പെട്ട തത്തയാണ്. അത് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ BJP അടക്കം അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അത് ആവർത്തിച്ച് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ പുറത്ത് കോൺഗ്രസ് ആണെന്നുള്ളത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതു കാര്യത്തിലും CBI അന്വേഷണം വരണം എന്ന നിലപാടാണ്. SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകത
രണ്ട് പരിണിത പ്രജ്ഞരായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിമാർക്ക് നാളിതുവരെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഉണ്ടല്ലോ. വളരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും പുതിയതായി ഉൾപ്പെടുത്തിയ പോലീസ് ഓഫീസർമാർ, അവർക്ക് ഇടത് സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. അത് അഡ്വക്കേറ്റ് ഹസ്കറിന് അറിയാതെ പോയതല്ല. ഒരു 2 ജാമ്യാപേക്ഷകളിൽ ഒരു കോമൺ ഓർഡറിന്റെ ഭാഗത്ത് ജസ്റ്റിസ് ബദറുദ്ദീൻ ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഈ തുടർ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന സന്ദേഹമുണ്ട്. അന്വേഷണത്തെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ഹൈക്കോടതികളിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ്. അന്വേഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും മാന്ത്രിക ദണ്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്തു തീർത്ത് കഴിയാം എന്ന് കരുതുന്ന മാന്ത്രിക ജാലവിദ്യകളൊന്നും അല്ലല്ലോ അന്വേഷണം എന്ന് പറയുന്നത്. അന്വേഷണം എന്ന് പറയുന്നത് ലഭിക്കുന്ന തെളിവുകളും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അത്തരത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അതിലും എത്രയോ അധികം ആളുകളെ ഒരുപക്ഷെ അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ടാവാം, അവരിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവാം. അപ്പോ ഈ ലഭിക്കുന്ന വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ചതിന് ശേഷം ഒരു കേസിലേക്ക് ആവശ്യമായിട്ടുള്ള സുപ്രധാന സാക്ഷികളെ മാത്രവും തെളിവുകളും മാത്രമാണ് എപ്പോഴും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കാറുള്ളത്. അപ്പോ വളരെ കൃത്യമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനകൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. ശബരിമലയിൽ നാം ആദ്യം കേട്ടത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കളവ് പോയതാണെങ്കിൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ, പിന്നീട് ഇപ്പോ ഒടുവിൽ കട്ടളപ്പാളികളിലെയും അതുപോലെ തന്നെ രാശിപ്പലകയും അതുപോലെ പ്രഭാവലയത്തിലേതും അടക്കമുള്ള സ്വർണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഗൗരവതരമായിട്ടുള്ള കണ്ടുപിടുത്തമാണല്ലോ SIT നടത്തിയിട്ടുള്ളത്. SITക്ക് ചില ഭാഗങ്ങളിൽ SIT നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളും SIT നടത്തിയിട്ടുള്ള ചില നടപടിക്രമങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ ചില ഗൂഢാലോചനയിൽ പങ്കെടുക്കാത്തതോ അന്യായമായി ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതോ അങ്ങനെ ലാഭം ഉണ്ടാക്കാത്തവരോ അല്ലെങ്കിൽ ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് ബോധപൂർവമല്ലാത്ത ഒരു തെറ്റു പറ്റിയിട്ടുള്ള ആളുകളെയും SIT കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അത് ഏതു ഘട്ടത്തിലും വിളിച്ചു പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. അപ്പോ SIT അത്തരത്തിൽ അത് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് ആ ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്സ്, ബോധപൂർവമല്ലാത്ത തെറ്റ് ചെയ്ത ആളുകൾക്ക് കൂടി ശിക്ഷ ലഭിക്കട്ടെ, കുറ്റകൃത്യത്തിൽ പങ്കാളിയാവട്ടെ എന്ന അർത്ഥത്തിൽ അന്വേഷണ സംഘം ചെന്നെത്തി എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഇപ്പോഴും. അപ്പോ ആ നിലയിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണത്തിൽ ഇപ്പോ ഈ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയുടെ 10 ജൻപതിലെത്തി അവരുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുത്തു എന്നത് വലിയ തോതിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വരുന്നു. ഇതിൽ ആദ്യം ഒരു ചിത്രവുമായി വന്നതാരാ? അതും ഒരു AI നിർമ്മിത ചിത്രവുമായി വന്നതാരാ? കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ അല്ലേ? അതുപോലെ തന്നെ ഒരു മിനിറ്റ്, അതെങ്ങനെ AI നിർമ്മിത ചിത്രമാകുന്നു? അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയത് യഥാർത്ഥ ചിത്രം തന്നെയാണ്. അത് AI അല്ല. സോണിയയുടെ അടുത്ത് പോയത് AI അല്ല. ഇതെല്ലാം ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടുണ്ട്, കടകംപള്ളിയുമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അത് AI ചിത്രമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് AI ചിത്രമല്ല, മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയതാണ്. അല്ല വിനോദേ, അതില് സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് മറ്റൊരർത്ഥത്തിലാണ് AI ചിത്രമാണെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമില്ല. മുഖ്യമന്ത്രിയുടെ നമ്മുടെ ഭീമ ജ്വല്ലറി നൽകിയ ആംബുലൻസുമായി ബന്ധപ്പെട്ട് എടുത്ത ചിത്രവും AI ചിത്രമല്ല. പക്ഷെ അതിൽ AI ചിത്രം ആ ചിത്രത്തിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് AI ചിത്രം നിർമ്മിച്ചു എന്നുള്ളതാണ് സുബ്രഹ്മണ്യത്തിനെതിരെയുള്ള കേസ്. ആ കേസ് ഒരുപക്ഷെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ശ്രീ സുബ്രഹ്മണ്യത്തിനെതിരെ അത്തരത്തിലൊരു കേസ് എടുക്കേണ്ട സാഹചര്യമുണ്ടോ? അതൊരു തമാശയായി കണ്ട് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ആരൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ വിമർശിക്കുകയും അങ്ങനെ ഏതെങ്കിലും വിമർശനങ്ങളോ പരിഹാസമോ അപഹാസ്യമോ കേട്ടാൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരികയും കേസെടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ഒരു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സംസ്ഥാന സർക്കാർ അത്തരത്തിൽ ഒരുപക്ഷെ പാട്ടിനെതിരെ
ഒരു പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കുകയും അതിനുശേഷം സംസ്ഥാന സർക്കാർ ഒരു ചിത്രത്തിന് നേരെ കേസെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നിരന്തരം നിരീക്ഷണം നടത്തിയിരുന്നാൽ എത്രയെത്ര തമാശകളും എത്രയെത്ര ആക്ഷേപങ്ങളും എത്രയെത്ര ട്രോളുകളും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അപ്പൊ അതിനൊക്കെ തന്നെ കേസെടുക്കാൻ കഴിയുമോ? ഇത് വല്ലാത്ത പഴയ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അഡ്വക്കേറ്റ് ഹസ്കറിന്റെ നിരീക്ഷണം, അങ്ങ് ഇടത് നിരീക്ഷകനാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് അങ്ങ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. കാരണം ഇത്തരം പാരഡി ഗാനങ്ങൾക്കെതിരെ പോലും കേസെടുക്കുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ചും സുബ്രഹ്മണ്യത്തിനെതിരായിട്ടുള്ള കേസൊക്കെ തമാശയായി കാണേണ്ടതാണ് എന്ന് കൃത്യമായ ഒരു നിരീക്ഷണം ഇടത് നിരീക്ഷകനായി ഇരിക്കുമ്പോൾ പോലും അഡ്വക്കേറ്റ് ഹസ്കറിനെ പോലുള്ള ആളുകൾ അത് പറയുന്നത് ഈ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ശ്രീ ജിതിൻ ദേവ്, ഇവിടെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. SITയുടെ അന്വേഷണം കൃത്യമായി നടക്കുന്നത് കൊണ്ടല്ലേ CPMന്റെ മുൻ MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പത്മകുമാർ, അതുപോലെ തന്നെ കമ്മീഷണറും പ്രസിഡന്റുമൊക്കെ ആയിരുന്ന N വാസു, CPMന്റെ നോമിനിയായിട്ടുള്ള വിജയകുമാർ അടക്കമുള്ള ആളുകൾ അകത്തു പോയത് കൃത്യമായി അന്വേഷണം നടക്കുന്നത് കൊണ്ടല്ലേ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനെങ്കിലും തയ്യാറായത് നിഷ്പക്ഷമായ അന്വേഷണ സംഘം ഉള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട് SIT കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ഹസ്കറിന്റെ നിരീക്ഷണം. എങ്ങനെ കാണുന്നു ഈ വിലയിരുത്തലിനെ ശ്രീ ജിതിൻ ദേവ്? അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ശ്രീ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ അദ്ദേഹം ദർശനം നടത്തിയ സമയത്ത് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയാണോ ഒറിജിനൽ പോറ്റിയാണോ എന്നൊന്നും അദ്ദേഹത്തിന് ആ തിരക്കിനിടയിൽ നോക്കാൻ പറ്റിയില്ല. നോക്കൂ, ഈ ശ്രീ സേനാപതി വേണു, അങ്ങൊരു എന്താണ് അങ്ങയുടെ വാദങ്ങൾ ഒട്ടും അങ്ങോട്ട് യോജിക്കുന്നില്ല. കാരണം ഈ ശ്രീമതി സോണിയാഗാന്ധിയെ ഈ പോറ്റി കണ്ടത് ശബരിമലയിലൊന്നും അല്ലെങ്കിൽ പമ്പയിലൊന്നും വെച്ചിട്ടല്ല. ശ്രീമതി സോണിയാഗാന്ധിയെ പോറ്റി കണ്ടിരിക്കുന്നത് അത് അവരുടെ ഔദ്യോഗിക വസതിയിലാണ്, ജൻപതിലാണ്. അല്ലാതെ ശബരിമലയിൽ വന്നപ്പോൾ അവിടെ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയെ കണ്ടുമുട്ടിയതല്ല. ആ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിക്കൊപ്പം അകമ്പടി പോയിരിക്കുന്നത് നിങ്ങളുടെ 2 MPമാരാണ് 2 തവണയായിട്ട്. അതോ ഇനി MPമാരെ പോറ്റി കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോകണമെന്ന് നമുക്കറിയില്ല. അത് വ്യക്തമാക്കേണ്ടത് MPമാരാണ്. ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് എനിക്ക് ബന്ധപ്പെട്ട മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബെല്ലാരി MP ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് സോണിയാഗാന്ധി, അതുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പത്തനംതിട്ട MP അല്ലേ, പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് നമുക്കറിയില്ല. അത് വേറെ കഥ. അപ്പോൾ അതുകൊണ്ട് ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ അങ്ങയുടെ ഭാഗത്തു നിന്ന് ന്യായമായ ഒരു ഉത്തരം വന്നിട്ടില്ല. ചിലപ്പോൾ അങ്ങേക്ക് അറിവുണ്ടായിരിക്കില്ല, അടൂർ പ്രകാശ് അത് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് പോലും. അപ്പോൾ അതിന് വ്യക്തമാക്കേണ്ട ഉത്തരം കൃത്യമായിട്ട് വരെ വന്നിട്ടില്ല. 2, ശ്രീ ഹസ്കർ അദ്ദേഹം പറഞ്ഞ ശ്രീ വിനോദ് അദ്ദേഹം പറഞ്ഞ വാചകത്തിനകത്ത് മറ്റൊരു വാചകം കൂടിയുണ്ട്. ചില അറസ്റ്റുകളോട് അദ്ദേഹം യോജിക്കുന്നില്ല. ആ അറസ്റ്റ് ഏതാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. കാരണം ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം തന്നെ ഒരു മാധ്യമത്തിൽ ചർച്ചയ്ക്ക് വന്നത്. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, നല്ല ബന്ധമുണ്ട്. പക്ഷേ അന്ന് വന്ന സമയത്ത് അദ്ദേഹം വാസു സാറിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. നോക്കൂ, ജാമ്യം കിട്ടാതെ 1 മാസത്തിന് മുകളിലായിട്ട് ശ്രീ വാസു ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. എത്രയോ തവണയാണ് വാസുവിന്റെ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതികൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ശ്രീ വാസു സാറിനെ തള്ളിപ്പറയാൻ ശ്രീ ഹസ്കർ തയ്യാറല്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം SIT പോരാ, ഓഹോയാണ്. പത്മകുമാറിനെ പോലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആഹായാണ്. ഇത് മാത്രമേ അദ്ദേഹത്തിന്റെ നിലപാടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ എന്ന് തുറന്നു കാണിക്കാൻ അദ്ദേഹം കാണിച്ചൊരു ചങ്കൂറ്റം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പറഞ്ഞ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ തിരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്നത് തുറന്നു പറയാൻ തയ്യാറായത്. നോക്കൂ, ഇത് ഈ കൊള്ള സംഘത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. ഈ 2 കൂട്ടർക്കും പങ്കുണ്ടത് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സംഘമാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നതിനകത്ത് ശക്തമായ തെളിവുകളാണ് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 കൂട്ടർക്കും ഇതിനകത്ത് ഒഴിച്ചുപോകാൻ സാധിക്കില്ല. പിന്നെ LDF വളരെ സമ്പന്നമാണല്ലോ. ഇപ്പോൾ നോക്കൂ, അടിവസ്ത്രം കക്കുന്ന മുൻ മന്ത്രി മുതൽ സ്വർണം കട്ട മന്ത്രിമാർ വരെയൊക്കെ ഇപ്പം LDFൽ സമ്പന്നരായിട്ട് LDF അതുകൊണ്ടെല്ലാം സമ്പന്നമായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. നോക്കൂ, ഈ രാഷ്ട്രീയം അത്രമാത്രം മലീമസപ്പെട്ടിരിക്കുന്നു ശ്രീ വിനോദ്. ഈ 2 മുന്നണികളും കൂടി ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ രംഗത്തെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായേ തീരുള്ളൂ. വിശ്വാസികൾക്ക് ഈ 2 കൂട്ടരും വിശ്വാസമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ശബരിമലയിലെ മുതൽ കട്ടുപിടിച്ചു കൊണ്ടുപോകുന്നു. കക്കാൻ സാധിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും കക്കുന്നു. ശബരിമലയിൽ ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല. ഗുരുവായൂർ പോയാലും ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് പോയാലും തൃപ്പൂണിത്തറയ്ക്ക് പോയാലും എല്ലാ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ നാം പരിശോധനയ്ക്ക് വിധേയമാക്കിയാലും അവിടെ എല്ലാം തീവട്ടിക്കൊള്ള നടക്കുന്നു. ക്ഷേത്രങ്ങളുടെ വിശാലമായിട്ടുള്ള വിസ്തൃതിയുള്ള ഭൂമി നഷ്ടപ്പെടുന്നു. കയ്യേറ്റക്കാരെല്ലാം ഇത് കയ്യേറിക്കൊണ്ടു പോകുന്നു. ഇതൊന്നും ചോദിക്കാൻ ആരും തയ്യാറാകുന്നില്ല. മാറി മാറി ഭരിക്കുന്ന ഈ 2 മുന്നണികളും അവർ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡുകളും ഇന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, CPMനെ സംബന്ധിച്ച് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ
പാർട്ടി നിയോഗിച്ച 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇന്ന് അകത്താണ്. ഒരാള് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കുന്നില്ല. ഒരു വരി സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പോലും തള്ളി പറയാൻ സാധിക്കാത്ത സാഹചര്യം. കാരണം ശ്രീ പത്മകുമാർ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന പല ആൾക്കാരുടെയും പേരുകൾ ഇതിനകത്തുണ്ട്, അതൊക്കെ പുറത്തു വരുന്നു, അതുകൊണ്ട് എനിക്ക് അതൊന്നും പറയാൻ സാധിക്കില്ലെന്ന് ഒരു ഏറ്റുപറച്ചിൽ മുൻപ് ഈ അന്വേഷണത്തിന്റെ ആദ്യ സമയത്ത് പത്മകുമാർ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ CPM-കാരെ സംബന്ധിച്ച് അവർ ദൈവത്തെ പോലെ ആരാധിക്കുന്നതും ഇതിനൊക്കെ കാരണം അവരുടെ പാർട്ടി ഇത്രത്തോളം വളരാനൊക്കെ കാരണഭൂതനായിട്ട് കണക്കാക്കുന്നതൊക്കെ വലിയ വലിയ നേതാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ ആകാം ഈ പിന്നിൽ. അതുകൊണ്ടാണല്ലോ പത്മകുമാറിനെ പുറത്താക്കാൻ പോലും 2 മാസക്കാലമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെ സസ്പെൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന ആ പാർട്ടി നിൽക്കേണ്ട സാഹചര്യമല്ലേ? ഇവർ ജനങ്ങളിൽ നിന്നകന്നു, വിശ്വാസികളിൽ നിന്നു. ഈ രണ്ട് കൂട്ടരെ ഇവർക്ക് ജനങ്ങൾക്ക് വിശ്വാസമില്ല. CBI അന്വേഷണം, ആ അന്വേഷണത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ശ്രീ വിനോദ് നമ്മുടെ ഈ ശബരിമല വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CBI വരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ യജമാനന്മാരുടെ ഊരിപ്പിടിച്ച വാളുകൾക്ക് മുമ്പിൽ മുട്ടുപറയ്ക്കാത്ത അന്വേഷണ ഏജൻസിക്ക് മാത്രമേ ഈ ശബരിമലയിൽ നടന്ന തീവെട്ടിക്കൊള്ള, ഈ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഈ കൊള്ളയ്ക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതെ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ നിങ്ങൾ പറഞ്ഞത് CPM-കാർ നടപടി സ്വീകരിക്കുന്നില്ല. അവരുടെ മുൻ MLA അടക്കമുള്ള 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ പോയിട്ടും ഒരു നടപടിയും CPM സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 കോൺഗ്രസിലെ പ്രമുഖ 2 നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ ചോദ്യ മുനകൾ അല്ലെങ്കിൽ സംശയത്തിൻ്റെ മുനകൾ ഉയരുന്നത്. ഒന്ന് UDF കൺവീനറാണ്, ഒന്ന് പത്തനംതിട്ടയുടെ നിരന്തരം 3 തവണയായിട്ട് അവിടെ MP ആകുന്ന വ്യക്തിയാണ്. നിങ്ങൾ എന്തെങ്കിലും അവരോട് വിളിച്ച് കാര്യം അന്വേഷിച്ചോ? തെറ്റായിപ്പോയി എന്ന് പറഞ്ഞോ? UDF കൺവീനർ ഇങ്ങനെ ആരോപണം നേരിടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് നിങ്ങൾ ഒരു വിലയിരുത്തലെങ്കിലും നടത്തിയോ? അപ്പോൾ ആ ഒരു തരത്തിൽ CPM-നെ കുറ്റം പറഞ്ഞ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, ശ്രീ വിനോദ്, കഴിഞ്ഞ ഒരു 60 ദിവസമായി SIT ഈ കേസുമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ SIT ഇവരെ ചോദ്യം ചെയ്യുകയോ, ഇപ്പോൾ ഈ അകത്ത് കിടക്കുന്ന നേതാക്കൾക്കൊപ്പം ഇവരൊക്കെ അകത്തോട്ട് പോകേണ്ടവരാണല്ലോ. SIT വളരെ കൃത്യമായ രീതിയിലാണ് അന്വേഷണം നടത്തുന്നതെന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു തെളിവുകളും SITക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും തെളിവുകളുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട അദ്ദേഹത്തുമായിട്ട് അടുത്ത് വളരെ ചേർന്ന് നിൽക്കുന്ന പല DIG-മാരും IG-മാരും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു സൂചന ഇതിനെക്കുറിച്ച് കിട്ടിയെങ്കിൽ, പിന്നെ ഇപ്പോ ജിതിന്റെ ഒക്കെ വാദഗതി കേട്ട് കഴിഞ്ഞാൽ സ്വർണം കൊള്ളയടിച്ചതിനേക്കാൾ അതല്ല കുറ്റകൃത്യം. സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളതാ, അല്ലെങ്കിൽ ഫോട്ടോയിൽ വന്നു എന്നുള്ളതാണ് കുറ്റകൃത്യമായിട്ട് ഇപ്പം അവര് കാണുന്നത്. സ്വർണം പോയതോ സ്വർണം കൊള്ളയടിച്ചതോ. ഞാൻ ജിതിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, ഈ സ്വർണ്ണ കൊള്ള നടക്കുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ നിങ്ങൾ ഉന്നയിച്ച ഈ 2 MP-മാർ അല്ലെ UDF-ന്റെ കൺവീനർ ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു പദവി ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇവരുടെ ഒരു സ്വാധീനത്തിൽ അവിടെ നിന്നൊരു സ്വർണ്ണ മോഷണം നടക്കുന്നത് 2019-ലാണ്. ഇവരുടെ സ്വാധീനത്തിൽ എന്തെങ്കിലും ഒരു മോഷണം നടക്കുകയോ അല്ലെങ്കിൽ ഇവർ വഴി ഇതിൻ്റെ ഒരു വിൽപ്പന നടന്നിട്ടുള്ളതായിട്ടോ എന്തെങ്കിലും ഒന്ന് അത് SITക്കോ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്കോ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ CPM വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ശരി എന്നാൽ ഇതൊരു വടിയായിട്ട് കോൺഗ്രസിനെയും ആക്രമിക്കാം. ഇപ്പൊ രാംകുമാർ സാർ ഞങ്ങളുടെ പാർട്ടിയുടെ പതനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. സാർ ഇപ്പൊ അങ്ങുമായി ഞാൻ വ്യക്തിപരമായിട്ട് സേനാപതി വേണു, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, അതെന്റെ നിലപാടുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ ഞാൻ വഴങ്ങി. ശ്രീ സേനാപതി വേണു, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്തിനാണ് ഒരു സംശയം ഞാൻ അങ്ങയുടെ സമയം തടസ്സപ്പെടുത്തില്ല. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടത്? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടത്? അതിന് ഉത്തരവൊക്കെ പറഞ്ഞാൽ തീർന്നില്ലേ ഈ വിഷയം? അല്ല, അത് എനിക്കറിയാവുന്ന കാര്യമല്ല. ആ കണ്ടതിൽ എന്തെങ്കിലും തെറ്റ് കൃത്യമുണ്ടെങ്കിൽ, കുറ്റകൃത്യമുണ്ട് എങ്കിൽ ഈ നാട്ടിൽ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന അല്ല, ഒരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. അല്ല, ഞാൻ എന്റെ ഒരു ചോദ്യം, അങ്ങേക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സോണിയ ഞാൻ അങ്ങ് പറഞ്ഞപ്പം ഞാനത് കേട്ടല്ലോ. സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് വാതിൽ പാളികൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോയത്, കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോയത് എന്ന് അങ്ങേക്ക് ഒരു ആരോപണമുണ്ടോ? അല്ലെങ്കിൽ അടൂർ പ്രകാശോ ആന്റണിയോ നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഈ സ്വർണത്തിന്റെ മോഷണം നടന്നത് എന്നൊരു ആരോപണം അങ്ങേക്കില്ലല്ലോ.
ഈ അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഈ കാര്യത്തെക്കുറിച്ച് വിവരം കിട്ടിയെങ്കിൽ ഇത്രയും ദിവസമായി വാസുവും അതുപോലെ തന്നെ പത്മകുമാറും ഇപ്പൊ ജയകുമാറും ഇവരെല്ലാം ജയിലിൽ കിടക്കുന്നു. അന്വേഷണം ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുത്തു, ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന അന്തരീക്ഷത്തിൽ കേൾക്കുന്നതല്ലേ. ഇവിടെ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് ശനിയാഴ്ച ചോദ്യം ചെയ്തു, ശനി ഞായർ തിങ്കൾ ചൊവ്വാഴ്ചയാണല്ലോ വാർത്ത പുറത്തു വന്നത്. എന്താണ് അദ്ദേഹത്തെയൊക്കെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യാൻ കാരണവും? ഇനി അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് ആ നോട്ടീസ് പ്രകാരം അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ പോകും, അദ്ദേഹം തെളിവ് കൊടുക്കും. ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയവുമില്ല. പിന്നെ ശ്രീ രാംകുമാർ പറഞ്ഞ ജീർണതയുടെ പാർട്ടി, സാർ അങ്ങയുടെ പാർട്ടിക്ക് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജീർണത ഒരുപാട് ചൂണ്ടിക്കാണിച്ചു. 25 പഞ്ചായത്തേ കിട്ടിയുള്ളൂ. കേരളത്തിൽ 1958 പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഞങ്ങളൊരു 160 പഞ്ചായത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ പറഞ്ഞു അഡ്വക്കേറ്റ് സേനാപതി വേണു അദ്ദേഹം BJP പ്രതിനിധി അല്ല, അദ്ദേഹം മുതിർന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ചർച്ചയിലേക്ക് ആണല്ലോ. അല്ല ശ്രീ വിനോദ്, അദ്ദേഹം BJP പ്രതിനിധിയല്ല, BJPയേക്കാൾ കൂടുതലായി BJPക്ക് വേണ്ടി വാദഗതി നടത്തുന്നു. അദ്ദേഹം ഉപയോഗിച്ച പദം എന്ന് പറഞ്ഞാൽ സാധാരണ BJPക്കാർ പോലും ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പദമല്ല. അദ്ദേഹം മുതിർന്ന അഭിഭാഷകൻ, അദ്ദേഹമായിട്ട് നേരിട്ട് എനിക്ക് പരിചയമുള്ള ആള്, ഞങ്ങൾ പല ആവശ്യത്തിനും വിളിക്കാറുള്ള ആള്. ആ എല്ലാ ബഹുമാനവും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ മറ്റൊരാൾ അതിന്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സാർ ആ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതാണ്. അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരവും ഞങ്ങൾ തമ്മിലുള്ള എന്താ പറഞ്ഞ തൊഴിൽപരമായിട്ടുള്ള സൗഹൃദങ്ങൾ. പക്ഷേ അദ്ദേഹം BJPയേക്കാൾ കഠിനമായി BJPക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ സംഘി എന്ന പദം ഉപയോഗിക്കില്ല, സംഘപരിവാറിന് വേണ്ടി, കാരണം അതാണ് അതിന്റെ ഒരു മര്യാദ എന്നുള്ളത്. സംഘപരിവാറിന് വേണ്ടി വാദിക്കുന്ന അദ്ദേഹത്തെ നിങ്ങൾ നിയമവിദഗ്ധനായ ഒരു വാക്കുകൂടി കൊണ്ട് ഒന്ന് ഈ BN ഹസ്കറോട്, ഹസ്കറെ, ഈ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്താ പറഞ്ഞ PM ആന്റണിയുടെ നാടകത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് വാദഗതികൾ നടത്തുന്ന ആളാണല്ലോ. ഇതിപ്പോ മാത്രമല്ലെന്നേ, സഹാവ് പിണറായി വിജയന്റെ വീടിന്റെ ചിത്രം ഇട്ടുവെന്ന പേരിൽ വിദേശത്തുനിന്ന് ഒരുത്തനെ കേസിൽ അവനെ ഇന്റർപോളിന്റെ സഹായത്തോടെ വരുത്തി ജയിലിനകത്ത് വിട്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം. ഇതൊക്കെ അസഹിഷ്ണുതയാണ്. ലീഡർ ശ്രീ K കരുണാകരനെ ആക്ഷേപിച്ചുകൊണ്ട് എത്രയോ സിനിമകൾ, എത്രയോ പാരഡി ഗാനങ്ങൾ, എത്രയോ നാടകങ്ങൾ നിങ്ങൾ ആവശ്കരിച്ചു. വിയോജിപ്പ് പറഞ്ഞ ആളാണ് സേനാപതി വേണു. അദ്ദേഹം അടിയന്തരാവസ്ഥയെ തുലനം ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥയിൽ ഈ എന്താ പറഞ്ഞ ഏതെങ്കിലും ഹാസ്യ ഗാനം പാടി എന്നതുകൊണ്ടൊന്നും ഒരാളെയും ജയിലിലാക്കിയിട്ടില്ല. ഇത് എന്താ പറഞ്ഞ പൗരാവകാശത്തിന്റെ മാത്രമല്ല, ഇവരിവിടെ പറയുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും നഗ്നമായ ലംഘനമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹസ്കർ അത് സമ്മതിച്ചതിൽ സന്തോഷമുണ്ട്. മറ്റ് ഇടതുപക്ഷ സഹയാത്രികരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ ഒന്നും അത് സമ്മതിക്കാൻ തയ്യാറല്ല. അവരിപ്പോഴും പിണറായി ഭക്തിയിൽ, ആ പാറശാലയിലെ വനിതാ സഖാക്കന്മാർ പാടിയതുണ്ടല്ലോ, ഇന്ന് ഈ പാർട്ടി ലോകമെന്നും പ്രശോഭിച്ചിടും കാരണഭൂതൻ. ആ കാരണഭൂതന് വേണ്ടി ഇവര് ഈ പാട്ടുകൾ പാടി ഇവരിങ്ങനെ നടക്കും എന്നുള്ളത് കൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരമായി കോൺഗ്രസിനെ കൂടി ഈ സംശയത്തിന്റെ ഇടത് നിരീക്ഷകനായി ഇരുന്നു കൊണ്ട് അഡ്വക്കേറ്റ് ഹസ്കർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പാരഡി ഗാനം ഇറക്കുന്നതിന്റെ പേരിൽ കേസെടുക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുബ്രഹ്മണ്യത്തിന്റെ പേരിൽ എടുത്ത കേസ് അതൊക്കെ തമാശയായി കാണണം എന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതേപോലെ അഡ്വക്കേറ്റ് സേനാപതി വേണുവും വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിലപാടുകളും ചർച്ചയിൽ വ്യക്തമാക്കണം. അന്ധമായി ഇവിടെ രാംകുമാർ സാർ പറഞ്ഞ ആ പദം ഉപയോഗിക്കുന്നില്ല. അന്ധമായി കോൺഗ്രസിന് വേണ്ടി മരിച്ചു നിൽക്കാതെ വ്യക്തിപരമായ ചില നിലപാടുകൾ കൂടി സ്വീകരിക്കുമ്പോഴേ വ്യക്തിത്വം കൂടുതൽ ചർച്ചയിൽ കൂടുതൽ പ്രോജ്വലമായി വരികയുള്ളൂ എന്നുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ സാറിലേക്ക് എത്തുകയാണ്. സാർ, ഒരു കാര്യം ഇവിടെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞ ഒരു കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് CPMന്റെ പ്രമുഖ നേതാക്കൾ, CPM നിയോഗിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അംഗമടക്കം അകത്ത് പോയത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഹൈക്കോടതി ഇതിലൊന്നും വിയോജിപ്പ് പറഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, ഹൈക്കോടതി കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനെങ്കിലും തയ്യാറായത്. അപ്പോൾ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും, എല്ലാ കള്ളന്മാരെയും രാഷ്ട്രീയം നോക്കാതെ പിടികൂടും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് രാംകുമാർ? ഒരു കാര്യം,
ആരും വിസ്മരിക്കരുത്. SITക്ക് എതിരായി ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് വിപുലമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഇതൊന്നും പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ കക്ഷികളല്ല. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2 പ്രമുഖ നേതാക്കന്മാർക്ക് SITയിൽ വിശ്വാസമില്ല എന്ന് ജനങ്ങളെ അവരറിയിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിയിൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വർണ്ണ മോഷണം ആര് തെളിയിക്കും? CBI അല്ലാണ്ട് ആരുണ്ട് യുക്തമായിട്ട്? പിന്നെ എന്തിനാ അതിനെ എതിർക്കുന്നത്? 2 കോൺഗ്രസ് നേതാക്കന്മാർ പറയണു SITയിൽ മാർക്സിസ്റ്റ് അനുഭാവികളെ കുത്തിത്തിരുകി. മറ്റൊരു കോൺഗ്രസ് നേതാവ് പറയണു ഇതിന് അന്തർദേശീയ മാനങ്ങളുണ്ട്, അതുകൊണ്ട് വിപുലമായ അന്വേഷണമാണ്. ചുരുക്കത്തിൽ SIT അന്വേഷിച്ചാൽ പോരാ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ്. അവർക്ക് അതിൽ നിന്ന് എങ്ങനെ മാറും? ഇപ്പോൾ അസൗകര്യമായ ചില ഫോട്ടോകൾ വന്നപ്പോഴാണ് ചുവടുമാറ്റം തുടങ്ങിയത്. അത് മാന്യതയല്ല. ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ ദയനീയമായ പതനം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രത്യയശാസ്ത്രത്തെ പറ്റി ഒന്നും സംസാരിക്കാനില്ല, സാമ്പത്തികമായ പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല, വികസനത്തിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. മതപരമായ ജനങ്ങളുടെ വികാരത്തിനെ ഇളക്കുന്ന ഒരു വിഷയം വെച്ച് തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ദയനീയമായ പതനത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ പതിച്ചിരിക്കുകയാണ്. കൃത്യമായ നിരീക്ഷണമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കുന്ന ജീർണതയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് എത്രമാത്രം അവിടെ കൊള്ള നടത്തിക്കൊണ്ട് പരമാവധി ലാഭം കൊയ്ത് രാഷ്ട്രീയ വോട്ടുകൾ നേടി എങ്ങനെ അധികാരം നേടാം എന്നുള്ളത് മാത്രമാണ് ഇടതു വലത് മുന്നണികളുടെ എല്ലാം ലക്ഷ്യം. അത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലൂടെ അത് വെളിപ്പെടുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ രൂപപ്പെടുന്ന അഭിപ്രായം. ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് അഡ്വക്കേറ്റ് K. രാംകുമാർ, നിയമവിദഗ്ധൻ, അതേപോലെ തന്നെ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഹസ്കർ, അതേപോലെ തന്നെ BJP പ്രതിനിധിയായി ജിതിൻ ദേവ്, അതേപോലെ പ്രേക്ഷകരും ഈ ചർച്ചയ്ക്കൊപ്പം കൂടെ നിന്നു. ഈ ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.